So, as you know, in the second half of our first module, we are to deal with these things. അല്ലേ? Smart and intelligent material. First half, what was it? Avantika. First half-ൽ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നേ? ഫസ്റ്റ് ഹാഫ് നമ്മൾ പഠിച്ചു ക്ലാസ്സിൽ. അപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് ഹാഫിന്റെ ആ തീം എന്തായിരുന്നു? എന്തൊക്കെയാ ഫസ്റ്റ് ഹാഫിൽ പഠിച്ചെന്നുള്ളത്? സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ. വെരി ഗുഡ്. സസ്റ്റൈനബിൾ ബിൽഡിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കവർ ചെയ്തു. അപ്പൊ അതിന്റെ അപ്പൊ അത് അരമൊഡ്യൂൾ കഴിഞ്ഞു. ഇനി അടുത്ത അരമൊഡ്യൂളില് ഇതാണ് കിടക്കുന്നത്. ഓക്കെ, വെരി ഗുഡ് ട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഫസ്റ്റ് മൊഡ്യൂളിന്റെ അടുത്ത സെക്ഷനിൽ ഇതാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രീതിയിൽ ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർത്ത് പീരീഡ് നമ്മൾ പറഞ്ഞു മേ ബി ആ അരമൊഡ്യൂളിൽ നിന്ന് തീർച്ചയ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ എക്കണോമിക്സിലൊക്കെ വന്ന പോലെ ആ അരമൊഡ്യൂളിൽ നിന്ന് ഒരു ചോദ്യം വരാം, എന്നിട്ട് അതിന്റെ കൂടെ സബായിട്ട് ഇതിൽ ഏതെങ്കിലും ചോദ്യം വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞു വെക്കുക എന്നുള്ളത് കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറയുന്നത്. എങ്കിലും മിനിമം അതിന് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വെരി വെരി ഗുഡ്. ക്ലാസ്സിൽ പഠിക്കുന്നതെങ്കിലും മിനിമം അറിഞ്ഞാലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇതൊക്കെ വെറുതെ എഴുതി വെച്ചാൽ പോരാ, അതിന്റെ പടങ്ങളും ഫ്ലോ ചാർട്ട്സും എല്ലാം അതായത് രീതിയിൽ വെച്ചാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. കാരണം പുതിയൊരു സബ്ജക്ട് ആയതുകൊണ്ടേ നമുക്ക് അറിയില്ലല്ലോ അതിന്റെ വാല്യൂഷൻ രീതിയൊക്കെ എങ്ങനെയാണെന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം, CGPA SGPA ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാം. നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല ഇതൊരു മോഡേൺ ആയ കാര്യമാണ്. ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള കാര്യം പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. അപ്പൊ അത് രീതിയിൽ പഠിക്കുക കേട്ടോ. അപ്പൊ പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ പാർട്ടിയിൽ എന്തായാലും ഇതിനൊരു ക്വസ്റ്റ്യൻസ് കിട്ടും. സ്മാർട്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താ, ഇന്റലിജന്റ് എന്താ, ഇതിൽ ഏത് വേണമെങ്കിലും അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇടാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അറിയണം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ ഈ വളരെ കുറച്ച് സ്ലൈഡേ ആക്ച്വലി പറഞ്ഞ കവർ ചെയ്തിട്ടുള്ളൂ. ഈ 3 സ്ലൈഡാണ് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ ആ കൂടി കവർ ചെയ്തത്. പക്ഷെ 2 അവറിലാണ് നമ്മൾ ഡീൽ ചെയ്തത്. കുറേ കാര്യങ്ങൾ അതിനെ പറ്റി പറഞ്ഞ് നമ്മൾ നിന്നിട്ടാണ് എന്താ പറഞ്ഞത്, ഇത്രയൊക്കെ പറഞ്ഞത് അല്ലേ? അപ്പൊ അതിൽ എന്താണ് സ്മാർട്ട് മെറ്റീരിയൽ, എന്താണ് ഇന്റലിജന്റ് മെറ്റീരിയൽ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻ നട്ട്ഷെൽ ഐ വിൽ ബ്രീഫ്. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് വേഗം അതിലേക്ക് പോവാം. എന്താ അതൊക്കെ പറഞ്ഞതാണ്, 2 പീരീഡ് എടുത്ത് പറഞ്ഞതാണ്. സ്മാർട്ട് മെറ്റീരിയൽ എന്താണ് ശരിക്കും? ഇന്റലിജന്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അഡ്വാൻസ് ഫോം ഓഫ് സ്മാർട്ട് മെറ്റീരിയൽ എന്ന് പറയാം അല്ലെ? ഇന്റലിജന്റ് എന്ന് പറയുമ്പോൾ സ്മാർട്ടും ഇന്റലിജന്റും രണ്ടാണ്. കേൾക്കുമ്പോൾ എന്താന്ന് തോന്നിയാലും സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് മെറ്റീരിയൽസ് പറയുമ്പോൾ രണ്ടാണ്. സ്മാർട്ട് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? സ്മാർട്ട് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിനേക്കാളും അഡ്വാൻസ്ഡ് ആണ് ഇന്റലിജന്റ് മെറ്റീരിയൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്റലിജന്റ് സിസ്റ്റം എന്ന് പറയാം. ക്ലിയർ അല്ലേ? എക്സാമ്പിൾ ആയിട്ട് ഞാൻ എന്താ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു സാധാരണ നിങ്ങളുടെ വീട്ടിലെ ഗ്ലാസിന്റെ വിൻഡോ അല്ലെ, ഗ്ലാസ് ഫെക്കേഡ്സ് അറ്റാച്ച് ടു എ വിൻഡോ ഫ്രെയിം. ആലോചിച്ച് നോക്കൂ, there is a glass frame in your house that is paneled in your window, ബട്ട് ഇറ്റ് ഈസ് എ കൺവെൻഷണൽ വിൻഡോ, കൺവെൻഷണൽ ഗ്ലാസി വിൻഡോ എന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ സ്മാർട്ട് ആക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് ഇവിടെയൊക്കെ. എന്താണ് തെർമോക്രോമിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്? എന്തെങ്കിലും പെയിന്റോ എന്തെങ്കിലും ഷീറ്റോ, തെർമോക്രോമിക് മെറ്റീരിയൽ കുഡ് ബി എ ഷീറ്റ് ഓർ എ പെയിന്റ് എക്സെട്ര. ഇഫ് ഇറ്റ് ഈസ് അപ്ലൈഡ് ഓൺ യുവർ ഗ്ലാസ്, if it behaves in such a way that if more light sunlight is fall upon it, it will what happen? Its color will change അല്ലെ? അപ്പൊ അതിന്റെ കളറ് ഉള്ളിൽ ഗ്രീൻ കളറോ, റൂമിന്റെ ഉള്ളിലേക്ക് ഒരു ഗ്രീൻ കളറോ അല്ലെങ്കിൽ ഓറഞ്ച് കളറോ അങ്ങനെ എന്തെങ്കിലും കളറ് വ്യത്യാസം വരുന്നത് പോലെ ആ ഗ്ലാസിന്റെ ഇത് മാറുകയാണ്. മനസ്സിലായില്ലേ? ഗ്ലാസ് മാറുമ്പോൾ ഗ്ലാസിന്റെ റിഫ്ലക്ഷൻ റൂമിന്റെ ഉള്ളിലത്തെ ആംബിയൻസ് അല്ലേ, ഇതുപോലെ ഹോട്ടൽസിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്തൂടെ? അപ്പൊ തെർമോക്രോമിക് മെറ്റീരിയൽസ് നമ്മൾ അവിടെ എംബാർട്ട് ചെയ്യുകയാണെങ്കിൽ പെയിന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മാർട്ട് വിൻഡോ ആയി അത്. ക്ലിയർ അല്ലേ? ഗ്ലാസിന്റെ മുകളിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ. അപ്പൊ തെർമോക്രോമിക് മെറ്റീരിയൽ ഇസ് വൺ സ്മാർട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അല്ലെ? അപ്പൊ ഇത് മാത്രമല്ല ഇതാണ് പറഞ്ഞത്, നമ്മളെ ടെമ്പറേച്ചർ, സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് അവിടെ കണ്ടോ ലൈറ്റ്, ഈ ലൈറ്റിനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്മാർട്ട് മെറ്റീരിയൽ ആണെങ്കിൽ അതിനെയാണ് തെർമോക്രോമിക് മെറ്റീരിയൽ. അല്ലെങ്കിൽ പല ടൈപ്പ് ഉണ്ടാവും കേട്ടോ, ഒരു ടൈപ്പ് മാത്രമേ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളൂ. ലൈറ്റിനെ തന്നെ സെൻസ് ചെയ്തിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന പലതരം സ്മാർട്ട് മെറ്റീരിയൽസ് ലോകത്തിൽ ഉണ്ടായിരിക്കാം. അതിലൊരു സാധനം നമുക്ക് പഠിക്കാനുള്ളൂ മാത്രം. ഇതൊക്കെ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. വെരി വൈഡ്, വെരി റീസെന്റ്, വെരി ഇന്നോവേറ്റീവ്. അപ്പൊ കണ്ടോ സൺലൈറ്റിനെ, അതുപോലെ ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്യാൻ ചൂട്. അതുപോലെ ഇത് ലൈറ്റിന്റെ കേസല്ലേ പറഞ്ഞേ, ഉച്ചയ്ക്ക് സൺലൈറ്റ് രാവിലത്തെ സൺലൈറ്റിന് ഒരു ഇന്റൻസിറ്റി അല്ലേ വരിക, ഉച്ചയാകുമ്പോൾ ഒരു ഇന്റൻസിറ്റി അല്ലേ വരിക, വൈകുന്നേരം ആകുമ്പോൾ സൺലൈറ്റിന്റെ ഇന്റൻസിറ്റി വേറെ ആയിരിക്കും, രാത്രി ആകുമ്പോൾ സൺലൈറ്റിന്റെ ഇന്റൻസിറ്റി വേറെ നള്ളാണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ ഗ്ലാസ് വിൻഡോന്റെ കളറ് മാറുക എന്ന് പറയുമ്പോൾ ഉള്ളിലും കളറ് മാറും, റൂമിന്റെ ഉള്ളിലും കളറ് മാറും. ആ രീതിയിൽ നിങ്ങൾ ഇതിനെ സ്മാർട്ട് ആക്കുകയാണെങ്കിൽ അതിന് എന്ത് പറയും? അത് സ്മാർട്ട് മെറ്റീരിയൽ എന്ന് പറയും അല്ലെ? ഏതാണ് സ്മാർട്ട് മെറ്റീരിയൽ?
ആ തെർമോക്രോമിക് മെറ്റീരിയൽ സ്മാർട്ട് ആയതുകൊണ്ടാണ് നിങ്ങളുടെ വിൻഡോനെ നിങ്ങൾക്ക് സ്മാർട്ട് വിൻഡോ ആക്കാൻ പറ്റിയത്. പറഞ്ഞത് ക്ലിയർ അല്ലേ? ജസ്റ്റ് ഞാൻ പറഞ്ഞത് കേട്ടുവെങ്കിൽ കേട്ടു എന്നൊന്ന് പറയൂ. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയൂ. ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയൂ. അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കേട്ടല്ലോ അല്ലേ? പറഞ്ഞത് കേട്ടില്ലേ? പറഞ്ഞത് കേട്ടില്ലേ? നിതു ശരി ശരി. അപ്പൊ അതില് അപ്പൊ അതിന്റെ റെസ്പോൺസ് ആ മെറ്റീരിയലിനോട് നമ്മുടെ ആ ഒരു വിൻഡോയ്ക്കുള്ള റെസ്പോൺസ് ഡയറക്റ്റ് അല്ലേ? ലൈറ്റ് വന്നാൽ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യും. ഡയറക്റ്റ് ആണ്. റിവേഴ്സിബിൾ എന്ന് പറയുമ്പോൾ എന്താ കണ്ടോ? ആ ഒരു റിവേഴ്സിബിൾ ആണ്. തിരിച്ച് രാവിലെ ആകുമ്പോഴേക്കും ആലോചിക്കുക, ഇന്ന് രാവിലെ ആ ഗ്ലാസ് വിൻഡോയ്ക്ക് ഉണ്ടായ ആ ഒരു ഇതിലേക്ക് തന്നെ നാളെ രാവിലെ തിരിച്ചു വന്നിട്ടുണ്ടാവും. ഒരു 24 hours സൈക്കിളിൽ ആ ഒരു ക്രോമിക് മെറ്റീരിയലിന്റെ ബിഹേവിയർ ഇങ്ങനെ സൈക്ലിക് ആയിട്ട് റിവേഴ്സിബിൾ ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്യും. അതായത് ലൈറ്റ് പോയാൽ അത് തിരിച്ചതിലേക്ക് വരിക, അല്ലെങ്കിൽ അതിന്റെ ലൈറ്റിന്റെ ആ എങ്ങനെയാണോ അത് സൈക്കിൾ സെറ്റ് ചെയ്തിരിക്കണേ അതിന്റെ രീതിയിൽ ആ മെറ്റീരിയൽ അനുസരിച്ച് അത് റിവേഴ്സിബിളുമാണ്. ചേഞ്ച് ഇറിവേഴ്സിബിൾ അല്ല, തിരിച്ചു വരാൻ പറ്റാത്ത ചേഞ്ച് അല്ല, റിവേഴ്സിബിൾ ആയിട്ടുള്ള രീതിയിൽ. അപ്പൊ ഈ സെന്റൻസ് അതുപോലെ പഠിക്കുക. ഇതൊക്കെ ക്ലാസ്സിൽ ഇന്നലെ പറഞ്ഞതാണ്. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ഞാൻ ഇന്നലെ എന്താ ക്ലാസ്സിൽ പറഞ്ഞത്? എങ്ങനെയാണ് ആ വിൻഡോനെ നമുക്ക് ഇന്റലിജന്റ് വിൻഡോ ആക്കാൻ പറ്റുക? ഇതിപ്പോ സ്മാർട്ട് ബിഹേവിയർ ആയിട്ടുള്ളൂ അല്ലെ? ഇന്റലിജന്റ് ആക്കണമെങ്കിൽ എന്ത് വേണം? ആ സിസ്റ്റത്തിൽ നമ്മൾ എന്തും കൂടെ എംബഡ് ചെയ്യണം. ആ വിൻഡോ ക്ലാസ്സിൽ നല്ല എക്സാമ്പിൾ പറഞ്ഞു. ആ വിൻഡോയുടെ മുകളിൽ എന്തൊക്കെ അറ്റാച്ച് ചെയ്യണം? ഒരു സെൻസർ അറ്റാച്ച് ചെയ്യണം, ഒരു ഡാറ്റ പ്രോസസർ അറ്റാച്ച് ചെയ്യണം, പിന്നെ ഒരു ആക്ച്വേറ്ററും കൂടി അറ്റാച്ച് ചെയ്യണം. എന്നാൽ ഈ പറയുന്ന പോലെ ഈ ലൈറ്റ് വരും, സൺലൈറ്റ് കൂടി വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് വാതിൽ അടയ്ക്കാൻ അവിടെ പോവാണ്ട ആവശ്യമില്ലാതെ നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ പറയാണ് ക്ലോസ് ദ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ കളറും മാറുന്നു, അതിന്റെ കൂടെ ആ വാതിൽ അടയ്ക്കാനുള്ള ഒരു രീതിയിലുള്ള എന്തെങ്കിലും, കാരണം ഡാറ്റ പ്രോസസിങ് ആക്ച്വേറ്റർ ഒക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂവ്മെന്റും കൂടി നമുക്ക് ഫെസിലിറ്റ് ചെയ്യാൻ പറ്റും അല്ല? ഇതൊക്കെ ഈ ക്ലാസ്സിൽ ഇന്നലെ പറഞ്ഞല്ലേ, റോബോട്ടിക് പോലത്തെ ഒരു സംഭവങ്ങൾ അതിൽ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യണം? അതിൽ സെൻസർ, ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ക്ലാസ്സിൽ ആബ്സെന്റ് ആയവർ ഫ്രണ്ട്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക. സെൻസർ, ഡാറ്റ പ്രോസസിങ് ആൻഡ് ആക്ച്വേറ്റേഴ്സ് അതിന്റെ കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് വിൻഡോയുടെ നിങ്ങൾക്ക് ഇന്റലിജന്റ് വിൻഡോ ആക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അതിനെ സെൻസ് ചെയ്യുക, അത് കഴിഞ്ഞ് ഡിസൈഡ് ചെയ്യുക, ആക്ട് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് നിങ്ങൾ ഇന്റലിജന്റ് എന്ന് പറയുക. കാരണം അതിന് പ്രോപ്പർ ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും. അതായത് എന്താ പറയുക, ഒരു മെറ്റീരിയൽ അല്ല, ഒരു സിസ്റ്റം ആയിട്ടാണ് നമ്മൾ ഇന്റലിജന്റ് സിസ്റ്റം എന്നാണ് പറയുക. അപ്പൊ ഒരു ഫീഡ്ബാക്ക്, അതായത് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ആക്ഷൻ അനുസരിച്ച് അതിന് ഡിസൈഡും ആക്റ്റും ചെയ്യാനുള്ള ഒരു ഇത് വരുന്ന പറയണത്. ഇവിടെ ഡിസൈഡ് ഒന്നും വരുന്നില്ല അല്ലെ? ഡിസിഷൻ മേക്കിംഗ് പവറും കൂടി അതിൽ മേ ബി അങ്ങനത്തെ ഡാറ്റ പ്രോസസിങ് യൂണിറ്റ്സ് ഒക്കെ വെക്കുമ്പോൾ, ഒരു മെമ്മറി അല്ലെ, നമ്മുടെ CPU പോലത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വെക്കുമ്പോൾ, അല്ലെങ്കിൽ റോബോട്ടിക്സ് AI അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റിയ സിസ്റ്റത്തിന് സെൻസിങ്ങും റെസ്പോൺസ് മാത്രമല്ല, അതിന്റെ ഇടയ്ക്ക് ഡിസൈഡ് ആക്റ്റും വിത്ത് ഫീഡ്ബാക്ക് അല്ലെ? അത് ശരിയല്ലെങ്കിൽ അത് ഓപ്പറേഷണൽ ആവില്ല, ശരിയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യും. ഇനി നിങ്ങൾ കൊടുക്കുന്ന കമാൻഡ്, നിങ്ങളുടെ പ്രോംപ്റ്റ് ശരിയല്ലെങ്കിൽ അത് പറയും, അത് പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ അല്ലെ? നമ്മുടെ AIയിലൊക്കെ നമ്മൾ ഓരോന്ന് കാണാറില്ലേ? നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ ChatGPT പറയും, എന്ത് പറയും? അത് ശരിയല്ല, ഇങ്ങനെ തരൂ പറയാനുള്ള ബുദ്ധി എതിരുണ്ട്. മനസ്സിലാവുന്നില്ലേ? അപ്പൊ ആ രീതിയിൽ ആ വിൻഡോ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെത് പറയും. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്, ഇനി ഇതൊന്നും പറയില്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ SMA ഷേപ്പ് മെമ്മറബിൾ അലോയ് എന്ന് പറയുന്നത്. ഞാൻ ക്ലാസ്സിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? നമ്മൾ അശ്വിനി ഇരിക്കുന്ന ആ ബെഞ്ചിന്റെ മുകളിലല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ആ ബെഞ്ചിന്റെ മുകളിൽ ഒരു ഷേപ്പ് മെമ്മറബിൾ അലോയ് എന്ന് പറയുന്ന ഒരു ഷീറ്റ് വല്ല ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? അതിന്റെ ചൂടുകാലത്ത് അതിന്റെ നീളം കൂടിയെന്ന് വിചാരിച്ചു, ആ ഡെസ്കിന്റെ നീളം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇഫ് യു ആർ എംബഡിങ് എ ഷേപ്പ് മെമ്മറബിൾ അലോയ് ഷീറ്റ്, അത് ബാറാന്നാ പറയുന്നത്, മേ ബി ഷീറ്റിന്റെ രീതിയിൽ നമ്മൾ ഒരു അലോയ് അതിനെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മൾ അതിനെ എന്ത് വേണം? വല്ല തീ എടുത്ത് ചൂടാക്കുകയാണെങ്കിൽ അതിലേക്ക് അതിന്റെ ആ ഫിറ്റിങ്ങിലേക്ക്, അതിന്റെ ആ സ്പാനിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന തരം മെറ്റീരിയലിനെയാണ്, സ്മാർട്ട് മെറ്റീരിയലാണ് എന്ത് പറയുക? ഷേപ്പ് മെമ്മറബിൾ അലോയ്. അപ്പൊ ഇതൊക്കെ എന്താണ്? സ്മാർട്ട് മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇതിനെ തന്നെ ഇന്റലിജന്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? SMA കൂടെ, SMA ടെൻഡൻസിന്റെ കൂടെ ടെമ്പറേച്ചർ സെൻസറും മൈക്രോ പ്രോസസർ കൺട്രോളറും വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഒരു ഇന്റലിജന്റ് സിസ്റ്റം ആക്കാൻ പറ്റും. SMA ഇത് ജസ്റ്റ് ഒരു മെറ്റീരിയൽ ആണ്, അതിന് റെസ്പോൺസിനനുസരിച്ച് ബിഹേവ് ചെയ്യാനേ അറിയുള്ളൂ. പക്ഷെ ഹീറ്റ് കൊടുത്താൽ ചുരുങ്ങാൻ മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതിലൊരു അൽഗോരിതം കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ടെമ്പറേച്ചർ സെൻസറും മൈക്രോ പ്രോസസർ കൺട്രോളിങ്ങും അതിലൊരു അൽഗോരിതം കൂടി ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫ്ലക്ഷനെ കൺട്രോൾ ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് പോയി ചൂടാക്കേണ്ട ആവശ്യം വരില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതിയായിരിക്കും. നമ്മളിവിടെ ഇരുന്ന് അവിടെ എന്താ പറയാ,
പോയി ഹീറ്റ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. സ്മാർട്ട് ഇന്റലിജന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറയാം യെസ് ആ ബെഞ്ചിന്റെ ആ ഒരു ക്ലാസ് റൂമിലെ ആ ഇന്ന ബെഞ്ചില് കുറച്ച് ലെങ്ത് കൂടുതലാണ്, ഇവിടെ ഇരുന്ന് അതൊന്ന് കുറയ്ക്കൂ, അതിന്റെ ഡിഫ്ലക്ഷൻ കുറയ്ക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇന്റലിജന്റ് മൊഡ്യൂൾ അതിൽ ഇമ്പാർട്ട് ചെയ്തുകൊണ്ട് ഇന്റലിജന്റ് ആയി പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് അതിനെ കൺട്രോൾ ചെയ്യാം. അപ്പൊ SMA അഡ്വാൻസ്ഡ് ആണ് ഈ പറയുന്ന ഇന്റലിജന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതൊക്കെ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് ഇന്നലെ ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. ഷീപ്പ് ഇതിലെ സ്മാർട്ട് മെറ്റീരിയലിന്റെ എക്സാമ്പിൾ ഏതാ വരുന്നത്? SMA ഷേപ്പ് മെമ്മറബിൾ അലോയ്സ്. പീസ് ഓഫ് ഇലക്ട്രിക് എന്നല്ല എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നീതു അല്ലേ പറഞ്ഞത്? പീസ് ഓഫ് ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താ? പീസ് ഓഫ് ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇഫ് യു ആർ വാക്കിംഗ് ഓൺ എ സ്ട്രീറ്റ്, if a piece of electric material is embedded on your walk street, if you are stamping, if due to a stamping, it is kinetic energy is imparted to a pavement that could be tapped into what? Electrical energy. That electric energy could be utilized for സ്ട്രീറ്റ് ലൈറ്റിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ട്രാഫിക് ലൈറ്റ്സിന്റെ ഒക്കെ ബാറ്ററി, അതിനൊക്കെ ബാക്കപ്പ് കൊടുക്കാൻ പറ്റില്ലേ? അപ്പൊ അങ്ങനെ വരെ സാധ്യമാവുന്ന ബേസ് മെറ്റീരിയലിനെയാണ് നമ്മൾ ഈ പീസ് ഇലക്ട്രിക് മെറ്റീരിയൽ റോട്ടിൽ ഒട്ടിച്ചു വെച്ചത് കൊണ്ടാണ് ഇത് സാധ്യമായത്. അതുപോലെ ഈ മെമ്മറബിൾ ആയ ബെഞ്ചിന് മുകളിൽ ഒട്ടിച്ചത് കൊണ്ടാണ് നമുക്കത് ചൂട് കൊടുത്തപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിനെ സ്മാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ തെർമോക്രോമിക്കിന്റെ എന്താ പറഞ്ഞ നമ്മളെ ആഷ്ലിന്റെ അടുത്തിരുന്ന വിൻഡോന്റെ കേസല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ആ വിൻഡോ കാണിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ ഈ സാധനം ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് കളറ് ഉച്ചയാകുമ്പോൾ ഒരു കളർ വരും. ആ കളർ തന്നെ മേ ബി ലൈറ്റ് ഷെയ്ഡ് വരാൻ, ഉച്ചയാകുമ്പോൾ നമുക്ക് റൂമിന്റെ ഉള്ളിൽ അത്ര വലിയ ലൈറ്റ് ഒന്നും ആവശ്യമില്ലല്ലോ, മേ ബി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഉച്ചയാകുമ്പോൾ ബ്രൈറ്റ് കളർ റൂമിൽ വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ സ്മാർട്ട് മെറ്റീരിയൽ ഡിസൈൻ ചെയ്യുക. അല്ലാതെ അതിന് അൽഗോരിതം ഒന്നുമില്ല, അത് ആ രീതിയിൽ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല കരിയർ ചാൻസ് ഒക്കെയുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ പറയുന്ന സ്മാർട്ട് മെറ്റീരിയൽസിന്റെ രീതിയിൽ. പ്രൊജക്റ്റ് ആണെങ്കിലും റിസർച്ച് ഒക്കെ ആണെങ്കിലും ഇപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം. മേ ബി അങ്ങനെയൊക്കെ ആയിരിക്കാം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോഴൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് ഇത് കണ്ടോ? അതിന്റെ അപ്ലിക്കേഷൻസ് എന്താ? വൈബ്രേഷൻ കൺട്രോളിനും ടെമ്പറേച്ചർ അല്ലേ, ഗ്ലാസിന് തെർമോക്രോമിക് മെറ്റീരിയൽ അതുകൊണ്ടല്ലേ ടെമ്പറേച്ചർ റെസ്പോൺസ് എഫക്ട്സ്, ടെമ്പറേച്ചറിനനുസരിച്ച് റെസ്പോൺസ് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ പീസ് ഓഫ് ഇലക്ട്രിക് എന്താണ് വൈബ്രേഷൻ കൺട്രോളിലും SMS ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ ഡിഫോർമേഷൻ തിരിച്ചു വരണ്ടേ? അതിപ്പോൾ എക്സാമ്പിൾ എന്താ പറയാൻ പറ്റുക? നമ്മൾ ഈ എർത്ത് ക്വേക്കിലോടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് ഇങ്ങനെ വളഞ്ഞു എന്ന് വിചാരിച്ചോ, ആ ബിൽഡിംഗ് തിരിച്ചു വരണ്ടേ? അപ്പൊ തിരിച്ചു വരാനായിട്ട് ആ ഡിഫ്ലക്ഷനെ നമുക്ക് എന്ത് ചെയ്യണം? കുറയ്ക്കാനായിട്ട് ഈ SMA എന്തെങ്കിലും എലമെന്റ്സ് ഇട്ട് കൊടുത്താൽ മേ ബി അതും ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. വൈബ്രേഷൻ കൺട്രോള്, അതുപോലെ സിസ്മിക് എനർജി ഡിസിപ്പേഷൻ ഡിവൈസിലൊക്കെ സ്മാർട്ട് ഈ പറയുന്ന 3 തന്നെ യൂസ് ചെയ്തു എന്നല്ല, ജനറലി അവർ പറയുന്ന അപ്ലിക്കേഷൻസ് ഇതാണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഇന്നലെ പറഞ്ഞതാണ്. ഈ പോയിന്റ്സ് അതുപോലെ പഠിക്കണം. ഇതിൽ ഡിസിഷൻ മേക്കിംഗ് ഇല്ല, മാത്രമാണ് ലാക്ക് ചെയ്യുന്നത് അല്ലെ? ഫീഡ്ബാക്ക്, ഡിസിഷൻ മേക്കിംഗ് മെക്കാനിസം ഇല്ല. പ്രീ പ്രോഗ്രാംഡ് ആയിട്ടുള്ള, ഞാൻ വേറെ എക്സാമ്പിൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെന്തായിരുന്നു നന്ദന? സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ? സ്മാർട്ട് മെറ്റീരിയലും ഇന്റലിജന്റ് മെറ്റീരിയലും പറഞ്ഞപ്പോ നന്ദന വർത്തമാനം പറയായിരുന്നോ ആ സമയത്ത് ക്ലാസ്സിൽ? നന്ദന ഇവിടെ ഇല്ലേ ഇപ്പോ? ഇപ്പോഴില്ലേ? ദീപേഷ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞത് നമ്മുടെ ടോയ്സിന്റെ കേസാണ് പറഞ്ഞത്. നമ്മൾ ഈ ചൈനീസ് ടോയ്സ് ഒക്കെ കിട്ടില്ലേ? അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? സ്മാർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ. അതിൽ ചില ചൈനീസ് ടോയ്സിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കളർ വരിക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? അത് മോയ്സ്ചർ ഒഴിച്ചു കൊടുത്താൽ ചില സാധനങ്ങളുടെ ഒരു കളർ മാറും. അങ്ങനത്തെ കളിപ്പാട്ടങ്ങളൊക്കെ ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സ്മാർട്ട് സാധനങ്ങൾ, അത് ജസ്റ്റ് ഒരു ഇതാണ്, എന്താണ് പറയണേ, ഈ സ്മാർട്ട് മെറ്റീരിയൽ. അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇലക്ട്രോണിക്സും ഉണ്ടായിരിക്കും. ഇലക്ട്രോണിക്സ് മാത്രമല്ല സ്മാർട്ട് എന്ന് പറയുന്നത്, വേറെ നാനോ മെറ്റീരിയൽസും ഒക്കെ സ്മാർട്ട് കാറ്റഗറിയിൽ മെറ്റീരിയൽ അല്ലെ. പെയിന്റ് അതിൽ വരാം, നമ്മുടെ ഷീറ്റ്സിൽ വരാം. അല്ലാതെ ഇലക്ട്രോണിക് ഐറ്റം മാത്രമല്ല സ്മാർട്ട് എന്ന് പറയുന്നത്, അത് മനസ്സിലാക്കണം. ഇലക്ട്രോണിക്സുകാർക്ക് മാത്രമല്ല സ്മാർട്ട് ആവാൻ പറ്റുക. സിവിൽ എന്നല്ല, മെറ്റലർജി, അങ്ങനെ ഏത് ഫീൽഡിലാണെങ്കിലും നമുക്ക് സ്മാർട്ട് മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഇതാണ്. നമ്മൾ കളിപ്പാട്ടങ്ങൾ, സ്മാർട്ട് ടോയ്സ്, അതിപ്പോ പറഞ്ഞ പോലെ അതിന്റെ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേടുവരും. അതിന് ഡിസിഷൻ മേക്കിംഗ് ഇല്ല. തിരിച്ചത് ആ കളിപ്പാട്ടം നമുക്ക് റെഡിയാക്കാൻ പറ്റുമോ? റീസ്റ്റോർ ചെയ്ത കളിപ്പാട്ടത്തിന് തന്നെ അതിനെ തിരിച്ച് എനിക്ക് ശരിയാവണം എന്ന് വിചാരിച്ച് ശരിയാവാൻ പറ്റും. നേരെ മറിച്ച് നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ എക്സാമ്പിൾ എന്തെങ്കിലും പറഞ്ഞില്ലേ, ആ ഒരു റോബോട്ട്, അതിനെന്ത് ചെയ്യാൻ പറ്റും? അത് കേട് വന്നാലും അതിനെ തന്നെ അതിന് ഓൾമോസ്റ്റ്
അത്രയും അടിയന്തരാവസ്ഥയിലാണ് ശരിയാവാൻ പറ്റാത്തുള്ളൂ. അല്ലാത്തതിലൊക്കെ റോബോട്ട്സിനൊക്കെ സ്വയം അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻ ഫീഡ്ബാക്ക് പ്രോസസ്സിങ്ങിലൂടെ അതിനെ റീസെറ്റ് ചെയ്ത് വരാൻ പറ്റും. ക്ലിയർ അല്ലേ? സ്വയമായിട്ട് എന്നാണ് പറയുന്നത് കേട്ടോ, വേറെ ആരും അല്ലാതെ സ്വയമായിട്ട് അതിനെ റീസെറ്റ് ചെയ്യും. അപ്പൊ അതാണ് ഇത് കണ്ടോ, പ്രീ പ്രോഗ്രാംഡ് ആണ്. ഇനി പക്ഷെ ഇവിടെ എന്താ വരണേ, സ്മാർട്ട് ഇന്റലിജന്റിന്റെ ഇവിടെ വരുന്നത് സെൻസിങ്, ഡാറ്റ പ്രോസസിങ്, റെസ്പോൺസ്, അതിൽ ഫീഡ്ബാക്ക് ഉണ്ട്, കൺട്രോൾ മെക്കാനിസം ഉണ്ട്, അഡാപ്റ്റീവ് ആണ്, ഇതുണ്ട് സെൽഫ് റെഗുലേറ്റിംഗ് ആണ്. അത് റോബോട്ടിന്റെ കേസ് പറയുമ്പോൾ ആലോചിക്കുക. ഈ ഓരോ പോയിന്റും മിസ്സായാൽ അതിനനുസരിച്ച് മാർക്കൊക്കെ സീരീസിനാണെങ്കിലും യൂണിവേഴ്സിറ്റിക്കാണെങ്കിലും കുറയും കേട്ടോ. അപ്പൊ നാളെ ഇതെല്ലാം കറക്റ്റ് ഇതുപോലെ പഠിച്ചിട്ട് മാത്രം ക്ലാസ്സിക്ക് വന്നാൽ മതി. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ ഇതിപ്പോ പറയുള്ളൂ, കാരണം ഇത് നമ്മൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും ക്ലാസ്സിൽ ഇത് പറയുക, കാരണം ഇതിന്റെ ഓരോന്നാണ് ഇനി പഠിക്കാൻ കിടക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഇപ്പൊ മനസ്സിലാക്കുക, നമ്മുടെ ഇന്റലിജന്റ് മെറ്റീരിയലിന് എക്സാമ്പിൾ പറയുമ്പോൾ കോൺക്രീറ്റില് സെൽഫ് സെൻസ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ കോൺക്രീറ്റ് സെൽഫ് ക്യൂറിംഗ് അല്ല, സെൽഫ് സെൻസിങ് എന്നാ പറയുന്നത്. അപ്പൊ എന്താന്നുള്ളത് നമുക്ക് നോക്കണം. സെൽഫ് സെൻസിങ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇന്റലിജന്റ് കോൺക്രീറ്റിനെ തന്നെ ഒന്നുകൂടി ഇന്റലിജന്റ് ആയിട്ട് ആൾക്കാർ ചെയ്യാറുണ്ടെന്നാ പറഞ്ഞത്. നമ്മളൊന്നും ചെയ്യാറില്ല. പറഞ്ഞ പോലെ ഇത് ചൈനയിലോ ജപ്പാനിലോ ഒക്കെ ആയിരിക്കും ഈ രീതിയിൽ ആദ്യം ഐഡിയ വന്നിട്ടുണ്ടാവും അല്ലെ. മേ ബി അത് സെർച്ച് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്യാം എവിടെയാണ് ഇവർ ഇത് കണ്ടുപിടുത്തുന്നത്, സെൽഫ് സെൻസിങ്. അതുപോലെ കണ്ടോ സ്മാർട്ട് കോമ്പോസിറ്റ് സ്ട്രക്ചേഴ്സ് വിത്ത് എംബഡഡ് സെൻസേഴ്സ് വെച്ചിട്ടുള്ള, അതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കുറേയൊക്കെ. സ്മാർട്ട് അതിലത്തെ ഡിസ്കഷനാണ് നമ്മൾ ക്ലാസ്സിൽ ഇനി ഉണ്ടാവുക. സ്മാർട്ട് കോമ്പോസിറ്റ് സ്ട്രക്ചേഴ്സ് വിത്ത് എംബഡഡ് സെൻസേഴ്സ്, അഡാപ്റ്റീവ് സ്ട്രക്ചറൽ ബിഹേവിയർ, അഡാപ്റ്റീവ് സ്ട്രക്ചറൽ മെറ്റീരിയൽസ്. അതായത് ഇപ്പൊ എന്താ പറയാ, സ്ട്രെസ് വരുമ്പോൾ അതിനനുസരിച്ച് ബീമിനൊക്കെ ഡിഫ്ലക്ഷൻ വരും അല്ലെ. അപ്പൊ അത് റീസ്റ്റോർ ചെയ്യാനുള്ള രീതിയിൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള ഫ്രെയിം, ബീം അല്ലെങ്കിൽ കോളംസ്, അതിനൊക്കെ അത് ആവണമെങ്കിൽ ഇന്റലിജന്റ് സിസ്റ്റംസ് അതിൽ എംബഡ് ചെയ്യണം. അതൊക്കെ ഇന്നലെ പറഞ്ഞതാണ്. ഇതിന്റെ അപ്ലിക്കേഷൻസും ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ കോൺക്രീറ്റിന്റെ നമുക്കൊക്കെ വയസ്സായി കഴിഞ്ഞാൽ മീൻസ് വയ്യാതെ കഴിഞ്ഞാൽ ഹെൽത്ത് പോവില്ലേ, വയ്യാതെ ആണെങ്കിലും ആൾക്ക് മീൻസ് നമ്മുടെ മെറ്റബോളിസം കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ നമുക്ക് എന്ത് വരും, ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അപ്പൊ അത് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകും. പക്ഷെ കോൺക്രീറ്റിൽ നമ്മൾ അതിനെ ചെയ്യുന്നതിനെയാണ് സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിംഗ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റിബൗണ്ട് ഹാമർ അങ്ങനത്തെ കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ അതിന്റെ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്തു. ക്രാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ടെസ്റ്റ് ചെയ്യാനും അതിന്റെ ഇതൊക്കെ ആയിട്ട് കുറച്ച് ഡിവൈസസും കാര്യങ്ങളൊക്കെ മീൻസ് അതൊരു പേപ്പർ തന്നെയായിരുന്നു നിങ്ങളുടെ എസ്സേറ്റിൽ. നിങ്ങളുടെ സീനിയേഴ്സിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, റിപ്പയർ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് സ്ട്രക്ചേഴ്സ്. അതിൽ ഈ കുഞ്ഞ രീതിയിൽ ഇത് വരുന്നുണ്ട്. കുഞ്ഞ രീതിയിൽ അതിൽ വരുന്നെങ്കിൽ ഇതൊരു വലിയ രീതിയിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് എംടെക്കിൽ ഒരു പേപ്പറും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിംഗ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. മീൻസ് വലിയൊരു പാഠമാണ്, ചാപ്റ്ററാണ്. അപ്പൊ എന്താണ് സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കോൺക്രീറ്റിൽ ആലോചിച്ചൊക്കെ ഒരു ഡിസൈൻ പീരീഡ് വരുന്ന കോൺക്രീറ്റിന് ക്രാക്ക് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ അങ്ങനെയൊക്കെ വരില്ലേ. അപ്പൊ അതിന്റെ ഹെൽത്ത് മോണിറ്റർ ചെയ്തിട്ട് അതിന് എന്താണ്, അതിന് റിട്രോഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്, റിസ്റ്റോർ ചെയ്യണ്ടേ, റിനോവേറ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ റിട്രോഫിറ്റിംഗ് ചെയ്യണ്ടേ, അതൊക്കെയാണ് അവർക്ക് എസ്ഐറ്റുകാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെ ചെയ്യാം എന്നൊക്കെ മനസ്സിലായോ? അപ്പൊ അതാണ്, അതിലൊക്കെ നമുക്ക് ഈ ഇന്റലിജന്റ് സംവിധാനങ്ങൾ കോൺക്രീറ്റിനെ പുഷ്ടിപ്പെടുത്താനായിട്ട് നമുക്ക് ഇന്റലിജന്റ് സിസ്റ്റംസ് എംബഡ് ചെയ്യാം. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ കിടക്കുന്നുണ്ട് തോന്നുന്നു. ഈ സ്ലൈഡിൽ എന്താണോ കവർ ചെയ്യുന്നത് അതായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക കേട്ടോ. ആ സാർ ഉണ്ടാക്കിയതാണ്, ഇത് നല്ലൊരു നോട്ടാണ്. അതുപോലെ നമുക്ക് ഡാമേജ് ഡിറ്റക്ഷൻ, കോൺക്രീറ്റിലോ സ്റ്റീലിലോ എന്തോ ആവട്ടെ, ഡാമേജ് ഡിറ്റക്ട് ചെയ്യാനും ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈ ഇന്റലിജന്റ് സിസ്റ്റംസ് യൂസ് ചെയ്യാറുണ്ട്. ഏർലി വാർണിംഗ് സിസ്റ്റത്തിലൊക്കെ ഇന്റലിജന്റ് സിസ്റ്റംസ് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഡാമേജ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഏർലി വാർണിംഗ് സിസ്റ്റം അല്ലെ, ഫ്ലഡ് ഒക്കെ വരുമ്പോൾ നമുക്ക് അല്ലെ ഫ്ലഡ് വരുമോ എന്നുള്ള വാർണിംഗ്സ് ഒക്കെ വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡാമിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡാമിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇന്റലിജന്റ് സിസ്റ്റം വെച്ചാലല്ലേ ആ ഒരു ഡാമിന്റെ നിങ്ങൾ പഠിക്കും, വാട്ടർ റിസോഴ്സിലോ അല്ലെങ്കിൽ DHSലൊക്കെ പഠിക്കും, ഇത്രമാത്രം ഡാമിൽ അതിന്റെ എന്താ പറയാ ഫ്ലഡ് ലെവൽ, ആ ഒരു ഹയസ്റ്റ് HFL ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ എത്തിയോ, ലോവസ്റ്റ് ഫ്ലഡ് ലെവൽ, അങ്ങനെ വാട്ടർ ലെവലൊക്കെ അങ്ങനെ കണക്കാക്കിയൊക്കെ കമ്പ്യൂട്ട് ചെയ്യാനൊക്കെ ഈ പണ്ടത്തെ കാലത്ത് പോലെ പണ്ടൊക്കെ ആൾക്കാർ പോയി ഇങ്ങനെ എഴുതി വെക്കായിരുന്നു, ഇത്ര ലെവലെത്തി. ഇപ്പൊ അതൊക്കെ കമ്പ്യൂട്ടർ വന്നില്ലേ. അപ്പൊ എന്താണ് ഈ ഇന്റലിജന്റ് വാർണിംഗ് സിസ്റ്റംസ്, സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഗാഡ്ജറ്റ്സ് ഒക്കെ അതിൽ എംബഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാട്ടെ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇനിയിപ്പോൾ ക്ലാസ് എടുക്കാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ജസ്റ്റ് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പഠിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇനി അടുത്ത് സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ടാവും? ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത്? ഹരിപ്രസാദ്, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് വരിക? ഒരു സിവിൽ എഞ്ചിനീയറിംഗ് മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ?
വേഗം പറയൂ. ആദ്യം മൈക്കോണേ. ഹരിപ്രസാദ് ഇവിടെ ഇല്ലേ? ഹർഷ പറയൂ. ഇൻഫ്രാസ്ട്രക്ചർ യൂണിറ്റ്സ്, നമ്മുടെ സിവിലുകാര് നിർമ്മിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ യൂണിറ്റ്സ് എന്തൊക്കെയായിരിക്കും? ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേൾക്കാറില്ലേ? ഇൻഫ്രാസ്ട്രക്ചർ. ഹർഷ ഇരിക്കുന്നത് ഇപ്പൊ എവിടെയാ? ഹർഷ പോയോ? വീട്ടിലാണ്. അപ്പൊ വീടൊരു ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഹൗസിംഗ് എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ആണ്. മനസ്സിലാവുന്നുണ്ട്? ഈ പല പല വീടുകൾ, നമ്മള് ടൗൺ പ്ലാനിങ് അങ്ങനെയൊന്നും ആലോചിക്കണ്ട. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഉപയോഗമുള്ള ഒരു സ്ട്രക്ചർ, അതിനെയാണ് ഇൻഫ്രാസ്ട്രക്ചർ. അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നില്ലേ? അപ്പൊ നമ്മുടെ ബിൽഡിങ്സ് അത് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. പിന്നെ വേറെ ഏതാണ് നമുക്ക് ആവശ്യമുള്ളത്? നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന? അശ്വിൻ പറയൂ, വേറെ എന്തൊക്കെയാ കാണാം? വീട്, റോഡ്, പിന്നെ എന്താണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നുണ്ടാവുക? ഏത് അശ്വിനാണെങ്കിലും കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും ഇപ്പൊ നമ്മള് സിവില് ആൾക്കാർ പണിയുന്ന വേറെ എന്താ ഉള്ളത്? സിവിൽ ആൾക്കാർ പണിയുന്ന എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതിലേക്ക് സിവിലുകാർ മാത്രമല്ല, ഇലക്ട്രിക്കൽ ആൾക്കാർക്ക് ഇലക്ട്രിക്കൽ യൂട്ടിലിറ്റി, പ്ലംബിംഗ് യൂട്ടിലിറ്റി, അങ്ങനത്തെ യൂട്ടിലിറ്റി സർവീസസ് ആഡ് ചെയ്യണം. മനസ്സിലാവുന്നില്ലേ? ആഷ്ലിൻ വേറെ എന്തായിരിക്കും? നമ്മള് ബസ്സിലൊക്കെ വരുമ്പോ വീടുകൾ കാണാറുണ്ട്, റോഡ് കാണാറുണ്ട്. അല്ലാതെ ഇപ്പൊ നമ്മള് വിയൂര് കിടക്കുമ്പോ ഒരു സാധനം കാണാറില്ലേ? അതെന്താണ്? പാലം. കറക്റ്റ്, വെരി ഗുഡ്. അപ്പൊ പാലം അല്ലെ, പാലങ്ങള് സിവിൽ എഞ്ചിനീയർകാര്, ഡാം പണിയും അല്ലെ. ഇനി വേറെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ? എയർപോർട്ട് അല്ലെ, റെയിൽവേ സ്റ്റേഷൻ. ഇതൊന്ന് സെർച്ച് ചെയ്യുക, ഏതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് സിവിലുകാരുടെ ഒരു ഉദ്ദേശം. അതിലേക്ക് പക്ഷെ വീട് മാത്രം വെച്ചാൽ അതിന് യൂട്ടിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? യൂട്ടിലിറ്റി സർവീസസ് ആയാലും ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ്, പ്ലംബിംഗ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, സീവേജ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇതൊക്കെ ചെയ്താലേ നമുക്ക് ആ വീട് താമസയോഗ്യമാവുള്ളൂ. അല്ലെങ്കിൽ റോഡാണെങ്കിലും ഡ്രെയിനേജ് സംവിധാനങ്ങൾ കൊടുക്കണം അല്ലെ. അപ്പൊ അതൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതിനെയാണ് ഞാൻ എന്താ പറഞ്ഞത്, ഇൻഫ്രാസ്ട്രക്ചറിന്. അങ്ങനെ ഏതൊരു ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മൾ കേട്ടിട്ടില്ലേ? സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റ് പറയും. സ്മാർട്ട് സിറ്റി ഇത്ര ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ കൊച്ചി സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞ്, ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് പിന്നെ കേട്ടതാണ്, കൊച്ചി സ്മാർട്ട് സിറ്റി വരാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതിൽ കുറെ ആൾക്കാരൊക്കെ ഒഴിപ്പിച്ചൊക്കെ നാളെ വേറെ അങ്ങനെ എന്തൊക്കെയോ ചെയ്യും എന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് വേറെ പുനരധിവാസം കൊടുക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ സ്മാർട്ട് സിറ്റി ആക്കണമെങ്കിൽ, സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഇന്റഗ്രേറ്റ് യുവർ സിസ്റ്റം വിത്ത് ഇന്റലിജന്റ് മെറ്റീരിയൽ. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ഇത് ഞാൻ പറയേയില്ല, ഇത് നമ്മൾ പറഞ്ഞതിനെ റെസ്പോൺസ് എക്സാമ്പിൾ ആയിട്ട് ഇതുവരെ നോട്ടൊക്കെ ഞാൻ നോട്ടിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മാത്രം തോന്നുന്നു. പിന്നെ ഞാനൊരു സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ ഇന്നലെ ഇട്ടത്, അതും നിങ്ങള് നോട്ടിൽ നാളെ എഴുതിക്കൊണ്ട് വരണം. ക്ലിയർ അല്ലേ? ഇത്രയും ഞാൻ 2 മണിക്കൂർ എടുത്ത് പറഞ്ഞതാണ്. ഇപ്പൊ വീണ്ടും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം, ഓൺലൈൻ കിടന്നോട്ടെ എന്ന് വെച്ചിട്ട്. ഇനി നമ്മുടെ ഇതില് നമ്മള് പഠിക്കാൻ പോകുന്നത് ഇതാണ്. ഇതുണ്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇത് സ്മാർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊരു കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്നാണ് എനിക്ക്. പക്ഷെ ഇവര് സ്മാർട്ട് ടൈപ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക്. പക്ഷെ ഈ പറയുന്ന സാധനങ്ങളുടെ സാലൈൻ ഫീച്ചേഴ്സും കാര്യങ്ങളും സ്മാർട്ടൊക്കെ തന്നെയാണ് കേട്ടോ എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ പറഞ്ഞ ആ ഒരു രീതിയിൽ വരുമോ എന്ന് അറിയില്ല, എന്ന് നോക്കി നോക്കാം. അപ്പൊ നിയോപ്രീൻ, ബ്രിഡ്ജ് പാഡ്സ്, തെർമോക്കോളൊക്കെ നമ്മൾ കാണുന്ന തെർമോക്കോളില്ലേ, അതന്നെ അത്രയും. അപ്പൊ ഇതിനെ പറ്റി 3 ഇതും കൂടി നാളെ പഠിച്ചിട്ട് എല്ലാവരും വരണം. പിന്നെ നമ്മൾ ക്ലാസ്സിൽ എടുക്കുക, 2 അവറും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 സാധനങ്ങളും അവസാനിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ, ഈ നിയോപ്രീൻ, ബ്രിഡ്ജ് പാഡ്സ്, തെർമോക്കോൾസ്. ഓക്കെ. അപ്പൊ ഇതില് ഇതാണ് ഫസ്റ്റ് വൺ. ഏതാണ്? നിയോപ്രീൻ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, എന്താണ് ഇത്? വായിക്കുക, ആർദ്ര. ഇതൊന്ന് വായിക്കൂ. അല്ലെങ്കിൽ അടുത്ത ക്ലാസ് റബ്ബ് വായിച്ചാലും മതി. നീ ഇതൊന്ന് വായിക്കൂ. ഇതൊന്ന് വായിച്ചേ. ആരെങ്കിലും ഒന്ന് വേഗം വായിക്കോ. ആരെങ്കിലും ഇവിടെ എന്റെ മോൻ അവിടെ കിടന്ന് കരയുന്നുണ്ട്.
നിങ്ങൾ വേഗം വായിച്ചാൽ വേഗം അവസാനിപ്പിക്കാം. ആ Neoprene is a synthetic rubber widely used in civil. ഓക്കെ, അത് മതി. അപ്പൊ നിയോപ്രീൻ എന്ന് പറയുന്നത് ഈ സാധനം കണ്ടിട്ടില്ലേ? വെരി ഗുഡ് കേട്ടോ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിലെന്താ നിയോപ്രീൻ? ആ ശരി, താങ്ക് യു വെരി മച്ച്. അപ്പൊ നിയോപ്രീൻ നമ്മളിന്ന് 12:30 ആകുമ്പോഴേക്കും നമ്മുടെ ഈ സാധനം കഴിയും കേട്ടോ, വേഗം കഴിയും. നിയോപ്രീൻ എന്ന് പറയുന്നത് സിന്തറ്റിക് റബ്ബർ ആണ്. റബ്ബർ, നമ്മുടെ നാച്ചുറൽ റബ്ബർ നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന നാച്ചുറൽ. എന്താണ് വായിച്ചതാണോ? പറയട്ടെ. കേട്ടു 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 കേട്ടു. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കുന്നില്ലേ? കട്ടാവൽ അങ്ങനെ വലുതുണ്ടോ? സാനിയ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലേ? ഒന്ന് മൈക്കോൺ ചെയ്തിട്ട് പറയൂ. സാനിയക്ക് കേൾക്കുന്നുണ്ടോ? ഒന്ന് മൈക്കോൺ ചെയ്തിട്ട് പറയൂ. ക്ലിയർ ആയി കേൾക്കുന്നുണ്ട്, പക്ഷെ മിസ്സിന് അങ്ങോട്ട് കേൾക്കുന്ന കുറച്ച് ഡിലേ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ആ ഓക്കെ, മനസ്സിലായി. ആ അത് പറഞ്ഞ പോലെ നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും പ്രശ്നമാവും. അപ്പൊ നമ്മുടെ ഓക്കെ കേട്ടോ. അപ്പൊ നമുക്ക് കവർ ചെയ്യാം. ഇതിൽ നിയോപ്രീൻ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് റബ്ബറാണ്. സിന്തറ്റിക് എന്ന് പറയുമ്പോൾ നാച്ചുറൽ റബ്ബറിന്റെ കൂടെ എന്തോ സാധനം ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് സിന്തറ്റിക് റബ്ബർ കിട്ടുക. അതിനെ പ്രോസസ് ചെയ്തിട്ട് അതാണ് സിന്തറ്റിക് റബ്ബർ. അപ്പൊ അതിന്റെ കെമിക്കൽ നെയിം ഒക്കെ ഇവർ എഴുതിയിട്ടുണ്ട്. പോളിക്ലോറോപ്രീൻ ആണ്. അത് സിവിൽ എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ സാധനമാണ്, ഈ റബ്ബർ ഷീറ്റ് കേട്ടോ, ഈ സാധനം. ഇത് സിവിൽ എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എവിടെ യൂസ് ചെയ്യണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു വേഗം പറയാൻ പറ്റും. ഇത് കണ്ട, ഇത് ഈ കറുത്ത സാധനമാണ് ഈ നിയോപ്രീൻ എന്ന് പറയുന്നത്. ബ്രിഡ്ജിന്റെ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ട, പാലത്തിന്റെ താഴെ ഇവിടെ എവിടെയോ ഫിഗർ വരുവായി. ഇത് പഠിക്കണം. ഇവിടെ ഇതാണ്, ഇതിനെയാണ് നമ്മള് നോക്കാം. ഇതാണ് നമ്മൾ പോകുന്ന പാലം. ഇതുണ്ട്, അതിനെയാണ് ഡെക്ക്. ഇത് അതിന്റെ പാലത്തിന്റെ ഇതിനെന്താ പറയാന്നുള്ളൊരു പേര്. ഇത് ഡെക്ക് പോർഷനാണ്. ഇതൊന്ന് നോക്കാം നമുക്ക്. ഇത് കണ്ട, ഇങ്ങനെ കണ്ടിട്ട് ഇതൊക്കെ പ്രീ കാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ മണ്ണുത്തിയ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പണ്ട് കുട്ടികളെയൊക്കെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. 17 പാസ് ഔട്ടുകളുടെ കൂടെ ഞാൻ പോയപ്പോൾ ഞാൻ അവരുടെ കൂടെ കണ്ടത് ഇത്. ഈ മണ്ണുത്തിയുടെ അവിടെയും ഇപ്പൊക്കെയും പറയുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ, പക്ഷെ പെർമിഷൻ വേണം കേട്ടോ നമുക്ക് പോകാനോ. അങ്ങനെയുണ്ട് ഒരു കാര്യം. ഒന്ന് ജസ്റ്റിസ് ആയ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഡെക്ക് എന്ന് പറയുന്ന ഈ ഒരു ഇത് കണ്ടോ, ഇതിങ്ങനെ ഈ സാധനം കണ്ടോ, അതൊരു പീസ് പോലെയാണ്. ഇനി ഇവിടെ ഒരു ബെയറിംഗ് വെച്ച്, പിന്നെ ഇത് കണ്ടോ, ഇതൊരു ബെയറിംഗ്, ഇത് വേറൊരു ഇന്റഗ്രൽ യൂണിറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഇതിനെ മൊത്തത്തിലാണ് പിയർ എന്ന് പറയുക. കണ്ടോ, ഇത് പിയർ ആണ്. ഇത് പാലത്തിന്റെ താഴെ തൂണിനെ നമ്മൾ പിയർ എന്ന് പറയും. ഈ രണ്ടറ്റത്തുമുള്ള 2 തൂണുകളെ അബട്ട്മെന്റ്സ് എന്ന് പറയും. രണ്ടറ്റത്തും കയറി വരുമ്പോൾ ഒരു പാലം ഉണ്ടാവും, ഇറങ്ങി പോകുമ്പോൾ ഒരു പാലം ഉണ്ടാവില്ലേ, നമ്മുടെ വിയൂർ പാലത്തിലൊക്കെ പോലത്തെ. അതിന് കുറച്ച് വണ്ണം കൂടുതലായിരിക്കും, അതിന് അബട്ട്മെന്റ് എന്ന് പറയും. ബാക്കിയുള്ളതിനെല്ലാം പിയർ നിങ്ങളെന്നാ പറയാം. ഈ പിയറിന്റെ താഴെ തന്നെ കണ്ടോ, ഇവിടെ ഒരു ഡെക്ക് പോർഷൻ, ഇവിടെ താഴെ ഇങ്ങനെ ഒരു സാധനം കാസ്റ്റ് ചെയ്തിട്ട് കണ്ടോ, ഒരു ജോമെട്രി ഇങ്ങനെ ഡിസൈൻ ആണ് നമ്മൾ ചെയ്യണം. അപ്പൊ അതിന് ഡെക്ക് എന്ന് പറയും, ഡെക്ക്. അതിന്റെ താഴെ ഇവിടെ ഒരു ബെയറിംഗ് എന്താ ഇവരിങ്ങനെ മാർക്ക്, ഇവിടെ കണ്ടോ, ഇവിടെ ഇത് പിയർ ആണ്. ഇത് പിയർ അല്ലെങ്കിൽ കോളമാണ്. അതിന്റെ ഫൗണ്ടേഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ഇതിനെയാണ് ബെയറിംഗ് എന്ന് പറയും. ഈ കറുത്ത സാധനം ഇല്ലേ, അത് മാർക്ക് ചെയ്ത് തെറ്റിയതായിരിക്കും. ഇവിടെ നോക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ നിയോപ്രീൻ ബെയറിംഗ്. ഇത് വേറെ ബെയറിംഗും ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവിടെ ബെയറിംഗ് ഇങ്ങനെ പറയുന്നത്. അതായത് ഇതിൽ നിന്ന് വരുന്ന ലോഡിനെ ഇതിലേക്ക് എത്തിക്കാൻ അതിന്റെ ഇടയിൽ ഒരു ബെയറിംഗ് കൊടുത്തുകണ്ട. ഈ പാലത്തിന്റെ ഇതിന്റെ സാധനം ഞാൻ നാളെ നോക്കിയിട്ട് പറയാം കേട്ടോ. ഈ നീളം കൂടിയ സാധനത്തെ സ്പാൻ ഉള്ളതിന് ശരിക്കും എന്തോ ഒരു പേരുണ്ട്, അത് പെഡസ്റ്റൽ എന്തോ ഒരു, അത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ നോക്കി പറയാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് അവിടെ എഴുതിയിട്ടോളോ. ഈ പാലത്തിന് സ്ട്രക്ചറലി ഈ സാധനത്തിന് പേരുണ്ട്, അത് വിട്ടുപോയി. വയാഡക്റ്റ് അല്ല, എന്തോ ഒരു സാധനം ഉണ്ട്, അതിന് പേരുണ്ട്. വയാഡക്റ്റ് ആണോ എന്ന് ഓർമ്മയില്ല, അതൊന്ന് നോക്കൂട്ടാ. ഈ പോർഷന്റെ ഞങ്ങളത് ഡൽഹിയിൽ ഞങ്ങൾ S7 IVക്ക് പോയപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾ ഇതിന്റെ യാർഡിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഇത് കാണാൻ. വസീറാബാദ് ബ്രിഡ്ജ് കൺസ്ട്രക്ഷനിൽ അവർ ഈ യൂണിറ്റ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോയിട്ടാണ് ഞങ്ങളുടെ IV ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടതാണ്. അപ്പൊ ഇവിടെ കണ്ട ഈ ഡെക്ക് എന്ന് പറയുന്നത്, ഇതിനെയാണ് ഡെക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ വലിയ വലിയ സൈസുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതൊരു ഡെക്ക്. ഇനി ഈ സാധനം വയാഡക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം നമുക്ക്.
ഇനി ഇത് ഇവിടെ ഡെക്ക്. അപ്പൊ ഈ പാലത്തിൽ നിന്ന് വരുന്ന ലോഡ് ഈ ഡെക്കിലേക്ക് വരില്ലേ, അതിന്റെ ഇടയിൽ ഒരു കുഷ്യൻ വേണ്ടേ, അതിന് ഇങ്ങനെ റബ്ബറിന്റെ സാധനം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കില്ലേ ലോഡ് ട്രാൻസ്ഫറിനും. കൂടാതെ ലോഡിൽ എന്തൊക്കെ ലോഡുകളാണ് അതിലൂടെ പോവാ, മൂവിങ് ലോഡ്സ് അല്ലെ, വണ്ടികളുടെ ലോഡ്, ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, മൂവിങ് ലോഡ്. ലൈവ് ലോഡ് എന്ന് പറഞ്ഞാലും പോരാ, മൂവിങ് ലോഡാണ്. ചില വണ്ടികൾ ഭയങ്കര ഹൈ ലോഡ് ഉള്ള വണ്ടികൾ, ട്രെയിലേഴ്സ് ഒക്കെ പോയില്ലേ, അപ്പൊ അതിന്റെയൊക്കെ ലോഡൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് താഴെ മണ്ണിലേക്കല്ലേ ഇത് പോണേ, മണ്ണിലേക്ക് പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്താലേ അത് ശരിയാവുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ ഇതുണ്ട്, ഇതിന്റെ ഇടയിൽ വയഡക്റ്റിന്റെയും ഡെക്കിന്റെ ഇടയിൽ നമ്മളൊരു ബെയറിംഗ് കൊടുക്കണം. പിന്നെ ഇത് അടുത്തത് ഇവിടെ ഒക്കെ ഉണ്ട്, ഇവിടെ പിയറിന്റെയും പിയർ ക്യാപ്പിന്റെയും ഇടയിൽ എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു കോൺക്രീറ്റിന്റെ ഒരു ഇതൊന്നും സാധാ കോൺക്രീറ്റ് അല്ല കേട്ടോ, അതൊക്കെ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആയിരിക്കും. അതും പറഞ്ഞ പോലെ ഒരു ബാച്ചിന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു പ്രീ സ്ട്രെസ്ഡ്. അത് കുറച്ച് അത് എപ്പോഴെങ്കിലും വർക്കും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രീ സ്ട്രെസ്സിങ് കാണാനായിട്ട് നിങ്ങൾ DSS ഒക്കെ പഠിക്കുമ്പോഴാണ് അത് കാണേണ്ട ആവശ്യം. S7 ഒക്കെ എത്തുമ്പോഴാണ് പ്രീ സ്ട്രെസ്സിങ് കോൺക്രീറ്റിൽ ചെയ്യണത് കാണാൻ പോവാ. അതായത് സാധാ കോൺക്രീറ്റിംഗ് അല്ല, അത് ഞാൻ ക്ലാസ്സിൽ പറയാം. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓണേഴ്സുകാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രീ സ്ട്രെസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താന്ന്. ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കുക. കോൺക്രീറ്റ് തന്നെ പ്ലെയിൻ കോൺക്രീറ്റ് ഉണ്ട്, റീൻഫോഴ്സ് കോൺക്രീറ്റ് എന്താന്ന് നിങ്ങൾക്ക് അറിയാം, നിഷംസ് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു സാധനമാണ് നമ്മുടെ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. അത് നിങ്ങൾ പഠിക്കാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ ആയിരിക്കും, മിക്കവാറും DSS പഠിക്കുമ്പോഴായിരിക്കും അതിൽ പ്രീ സ്ട്രെസ്ഡ് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇതിൽ പഠിച്ചിട്ടുണ്ടോ? DCS പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് പഠിച്ചിട്ടുണ്ടോ? ആൻലിയ, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് പഠിച്ചിട്ടുണ്ടോ? ഹർഷ, ആരെങ്കിലും വേഗം പറയൂ. പഠിച്ചിട്ടുണ്ടോ? ആൻലിയ, ഹർഷ, ഹിമ, ഇതിലിട്ടാലും മതി ചാറ്റ് ബോക്സ്. ലേറ്റ് ആയിട്ട് കേൾക്കണേ അല്ലേ. ഇവിടെ ഈ പഠിച്ചിട്ടുണ്ടോന്നൊന്ന് ഇവിടെ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്നുള്ളത് ഏതെങ്കിലും സബ്ജക്റ്റില് പഠിച്ചിട്ടുണ്ടോ? S5 വരെ എത്തി നിൽക്കുമ്പോ നമ്മൾ കോൺക്രീറ്റിൽ നമ്മൾ എന്താ പറയാ വെച്ചാൽ പ്ലെയിൻ സിമെന്റ്, ഈ അഗ്രേറ്റ്സും നമ്മുടെ സിമെന്റ് വെള്ളം കൂടി ഒഴിക്കുമ്പോൾ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്. അതിലേക്ക് നമ്മൾ കമ്പികൾ ബീമിലൊക്കെ വെക്കുന്ന പോലെ കമ്പികൾ വെക്കില്ലേ, ടോപ്പ് റീൻഫോഴ്സ്മെന്റും ബോട്ടം റീൻഫോഴ്സ്മെന്റ് ഒക്കെ ചെയ്ത് നമ്മൾ സിംഗിളി റീൻഫോഴ്സ്മെന്റ് ഒക്കെ ആയി ചെയ്യുമ്പോൾ അതിനെ എന്ത് പറയും? റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയും, RCC വർക്ക് എന്ന് പറയും. ഇനി നമ്മൾ അതന്നെ അതിന്റെ ഇടയിൽ RCCയുടെ ഉള്ളിൽ തന്നെ ഒരു ഡക്റ്റ്, ഒരു കേബിള് പോലെ കൊടുത്തിട്ട്, ഒരു ഡക്റ്റ് പോലെ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ട്രാൻഡ്സ് എന്താ പറയുക, ഈ കേബിൾസ് വെച്ചിട്ട് ഇങ്ങനെ നല്ല രണ്ട് സൈഡിൽ നന്നായിട്ട് വലിച്ച് സ്ട്രെസ് കൊടുക്കുക. അതായത് അത് കാസ്റ്റ് ചെയ്യണ സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു വേറൊരു തുള കൊടുത്തിട്ട് അതിൻ്റെ ഫുൾ സ്പാനിൽ അതിൻ്റെ ഉള്ളിൽ ഒരു കേബിള്, നമ്മളെ വീട്ടിലൊക്കെ വരില്ലേ കേബിളുടെ വയറില്ലേ, അതുപോലത്തെ വലിയ വണ്ണമുള്ള കേബിൾ ഷീറ്റിന്റെ ഉള്ളിൽ വേറെ തരം ഒരു ടെൻഡൻസ്, സ്റ്റീലിന്റെ തന്നെ ടെൻഡൻസ്, അതിന്റെ ഉള്ളിൽ ഇങ്ങനെ തിക്നെസ് ഫുള്ള് വരുന്ന പോലെ ആ ഒട്ടയില് അങ്ങനെ കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ഈ ജാക്കൊക്കെ വെച്ച് പിടിച്ച് ആ കമ്പിയുടെ ഫുൾ ടെൻസൈൽ സ്ട്രെങ്ത് നമ്മുടെ കോൺക്രീറ്റ് മൊബിലൈസ് ചെയ്യുന്ന പോലെ നമ്മൾ ആ കോൺക്രീറ്റിലേക്ക് അത് കൊടുക്കുമ്പോൾ നമ്മൾ അതിന് എന്ത് പറയും? പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് പറയും. അത് പറഞ്ഞ പോലെ ഈ പാലം പണി ഇപ്പൊ വലിയ വലിയ NHന്റെ ഒക്കെ വർക്കൊക്കെ വരുമ്പോൾ മിക്കവാറും പ്രീ സ്ട്രെസ്ഡ് ആയിട്ടാണ് ചെയ്യാൻ പറ്റുക. കാരണം മൂവിങ് ലോഡ്സ് ഒക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി അത് വേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ പറഞ്ഞത് കേട്ടെങ്കിലും ഒന്ന് കേട്ടു എന്നൊന്ന് പറയോ? ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ? പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്താന്നുള്ളത് മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നോ അതോ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? മെസ്സേജ് കാണുന്നില്ലല്ലോ. മെസ്സേജ് നിങ്ങൾ അയക്കണില്ലേ ആരും? ഇപ്പൊ പറഞ്ഞത് ഇതുവരെ
ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറയൂ. എനിബഡി ഇവിടെ എഴുതി വിട്ടാ മതി, ചാറ്റിൽ ഇട്ടാ മതി. ക്ലിയർ, ഓക്കെ ഓക്കെ. അപ്പം നമ്മളത് അതിനെപ്പറ്റി ഇപ്പം അവസാനിപ്പിക്കാനായിട്ട്, കാരണം അതിന് നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. പക്ഷെ അത് മനസ്സിലാക്കണം, പ്രീ സ്ട്രെസ്ഡ് വർക്കിലായിരിക്കും ഇത് വരുന്നുണ്ടാവുക. അപ്പം ഞാൻ പറയാൻ വന്ന് കണ്ട ഇവിടെ കൊടുത്ത സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഓൺലൈനിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. മറ്റേത് മൊബൈലിൽ നിങ്ങൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രിന്റ് എടുത്താലും ഇതിങ്ങനെ കാണിക്കാനൊന്നും പറ്റില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, സാധനം കണ്ടില്ലേ, ഇത് മൗസ് പോണത് വഴിയൊന്ന് നോക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഇലാസ്റ്റ് മെറിക്ക് ബെയറിംഗ്. അത് നിയോപ്രീൻ ആണ്. നിയോപ്രീൻ വെച്ചിട്ട് നമ്മളത് ചെയ്യാറുണ്ട്. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? അപ്പം എങ്ങനെയാണ് ഒരു നിയോപ്രീൻ്റെ സ്ട്രക്ചർ എങ്ങനെയാന്നുള്ളതാണ്. വെർട്ടിക്കൽ സൂപ്പർ സ്ട്രക്ചറിന്ന് മേളത്തിലെ പാലത്തിന്റെ ആ ഒരു ഇതിന്ന് പാലത്തിന്റെ സ്പാനിൽ നിന്ന് നമുക്ക് കറക്റ്റ് നമ്മുടെ പിയറിലേക്ക് ലോഡ് സേഫ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ സാധനം വേണം. ഒരു ബെയറിംഗ് വേണ്ടേ? അല്ലെങ്കിൽ അവിടെ ബ്രേക്ക് ആയി പോവും, ആ ജംഗ്ഷന് ക്രാഷ് ആയി പോവും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ബെയറിംഗ് കൊടുക്കണം. ഇനി അത് എങ്ങനെയാണ് കേട്ടോ, നിയോപ്രീൻ ലെയർ. നിയോപ്രീൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ നിയോപ്രീൻ എന്ന് പറയുമ്പോൾ സിന്തറ്റിക് റബ്ബറാന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ സ്റ്റീൽ റിൻഫോഴ്സ്മെന്റ് പ്ലേറ്റ്, നിയോപ്രീൻ ലെയർ, പിന്നെ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ കൊടുത്തിട്ടാണ് ഇവിടെ വെക്കുക. അല്ലാതെ നിയോപ്രീൻ മാത്രമല്ല കേട്ടോ. നിയോപ്രീൻ്റെ ഇടയിൽ സ്റ്റീൽ റിൻഫോഴ്സ്മെന്റ് പ്ലേറ്റ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് ഈ സാധനം. അതിനെയാണ് ലാമിനേറ്റഡ് നിയോപ്രീൻ ബെയറിംഗ് എന്ന് പറയുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ലാമിനേറ്റ് ചെയ്യുന്നില്ലേ? ഇപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ കൂടെ ലാമിനേഷൻ പ്ലാസ്റ്റിക്കിന്റെ വരില്ല, അതേപോലെ നിയോപ്രീന്റെ കൂടെ ഒരു സ്റ്റീലിന്റെ ലെയറിങ്ങും കൂടി വരുന്നുണ്ട്. അതാണ് ഇവിടെ നമ്മൾ പാലത്തിന്റെ അടിയിൽ വെക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ അത് ആ സാധനത്തിന് എന്തൊക്കെ വേണം, ഈ വസ്തുവിന് എന്തൊക്കെ വേണം? നല്ല ഇലാസ്റ്റിസിറ്റി, അതായത് ലോഡ് വരുമ്പോൾ അത് ഡിഫോർമേഷൻ ചെയ്യും. ലോഡ് പോയി കഴിഞ്ഞാൽ റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എക്സലന്റ് ഇലാസ്റ്റിസിറ്റി വേണം. മഴയും കാറ്റും വന്നാലൊന്നും വെയിൽ വന്നാലൊന്നും നശിച്ചു പോകാൻ പാടില്ല. വെതർ റെസിസ്റ്റന്റ് ആയിരിക്കണം. ഏത് കെമിക്കൽസ് വന്നാലും വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. ഏത് വൈബ്രേഷൻ അല്ലെങ്കിൽ ഡാമ്പിങ് എർത്ത് ലോഡ്സ് വന്നാൽ പോലും അതിനെ ഡിസിപ്പേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇനി കോമൺലി ഇവിടെ യൂസ് ചെയ്യാം ബ്രിഡ്ജ് ബെയറിംഗിൽ. അതുപോലെ എക്സ്പാൻഷൻ ജോയിന്റ്സ്. എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് പറയാം. ഇവിടേക്ക് നമ്മുടെ റോട്ടിലൊക്കെ നമ്മൾ കൊടുക്കും. നമ്മൾ തൃശ്ശൂർക്ക് പോകുമ്പോൾ നമ്മൾ റിജിഡ് പേയ്മെന്റ് സ്ലാബ്സ് കാണാറില്ലേ? അശ്വിൻ ഒന്നും ഇടുന്നില്ലല്ലോ. അശ്വിൻ യെസ്, അവിടെ ഇല്ലേ? അശ്വിൻ വല്ല തിരക്കിലാണോ? സാധാരണ ഞാൻ എന്ത് ചോദിച്ചാൽ പറയാറുള്ളതാണല്ലോ. അശ്വിൻ ഇവിടെ ഇല്ലേ? പാർവതിയില്ലേ? പറയുന്നത് കേൾക്കുന്നില്ലേ? എവിടെയാണ് നമ്മള് കാണാറില്ലേ? തൃശ്ശൂർക്ക് പോകുമ്പോ ഏത് റോഡുകളാണ് കാണാറ്? നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ പഠിക്കുന്നില്ലേ? പുതിയ ആ റോഡിന്റെ പേരെന്താ? നമ്മള് കൈപ്പറമ്പെന്ന് തൃശ്ശൂർക്ക് പോകുമ്പോ ബിറ്റുമിനസ് റോഡല്ലാതെ സ്ലാബ് ഇട്ട ഒരു സാധന റോഡുകളല്ലേ ഇപ്പൊ ഉള്ളത്. അതിന് കുറച്ചും കൂടി സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടും ഡ്യൂറബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ആ റോഡ് ആവുന്നത്. അതെന്താണ്? എന്ത് റോഡാണത്? ആർക്കെങ്കിലും കിട്ടുന്നവരൊന്നും അവിടെ പേര് എഴുതിയിടൂ. എന്ത് തരം റോഡാ അത്? തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞാൽ മതി. ചാറ്റിലിട്ടാലും കുഴപ്പമില്ല. പാർവതി ആണെങ്കിലും ആരാണെങ്കിലും. നമ്മൾ തൃശ്ശൂർക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന റോഡ് എന്താ? ബിറ്റുമിൻ റോഡാണോ? ബിറ്റുമിൻ ആണോ അതിന്റെ മെറ്റീരിയല്? ബിറ്റുമിൻ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. അതിനെ കുത്തിപ്പൊളിച്ചിട്ട് ഇപ്പൊ എന്ത് റോഡാക്കി? കിട്ടിയവരവിടെ വേഗം എഴുതിയിടൂ. വെരി ഗുഡ്. കോൺക്രീറ്റ് പോലത്തെ അല്ല, കോൺക്രീറ്റ് റോഡ് തന്നെയാണ്. അതിനെ റിജിഡ് പേയ്മെന്റ് എന്നാ വിളിക്കുക. അത് നമ്മുടെ ചിത്രാ മിസ് പറഞ്ഞുതരും, പഠിക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക്. റിജിഡ് പേയ്മെന്റ് എന്ന് പറയും. അപ്പൊ അവിടെ ലോഡ് വരുമ്പോൾ റിജിഡിറ്റി ആണ് അവിടെ. ഫ്ലെക്ചറൽ റിജിഡിറ്റി നല്ല പോലെ വേണം. ബിറ്റുമിന്റെ പോലെ ഉള്ള ലോഡ് ട്രാൻസ്ഫോർമേഷൻ അല്ല, സ്ലാബിന്റെ പോലെ ഉള്ളൊരു രീതിയാണ് അവിടുത്തെ സ്ലാബ് ആക്ഷൻ എന്നാ പറയാ. സ്ലാബ് ആക്ഷന്റെ രീതിയിലാണ് അവിടെ ലോഡ് ഡിസിപ്പേഷൻ വരുന്നത്. റിജിഡ് പേയ്മെന്റ് ആണ്. അപ്പൊ റിജിഡ് പേയ്മെന്റില് കുറെ സ്ലാബുകൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇതൊക്കെ പറയാൻ കുറെ പറയാനുണ്ട് സത്യം പറഞ്ഞാൽ. അതൊക്കെ നമുക്ക് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോ. റിജിഡ് പേയ്മെന്റ് ഇങ്ങനെ കുറെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ എക്സ്പാൻഡ്, ഇതിൽ കമ്പി വരുന്നതുകൊണ്ട് ഇതിങ്ങനെ ചൂട് വരുമ്പോൾ ഹീറ്റായി എക്സ്പാൻഡായി ഇങ്ങനെ പോയിട്ട് ഇതിനൊരു ക്ലിയറൻസ്, ഒരു അലവൻസ് ഇട്ട് കൊടുക്കണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു 2-3 സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. അതിനെയാണ് നമ്മൾ എക്സ്പാൻഷൻ ജോയിൻ എന്ന് പറയാം.
മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ വിദ്യാ കോളേജിലൊക്കെ ഉണ്ട് ഇതുപോലെ ഈ ബിൽഡിങ് മേസണറി യൂണിറ്റ്സ്, അല്ല മേസണറി അല്ല, നമ്മുടെ ഫ്രെയിംഡ് സ്ട്രക്ചർ ആകുമ്പോൾ കുറെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ പറയുന്ന പോലെ സ്ലാബും ബീമും ഒക്കെ കൂടിയിട്ട് അത് ടെമ്പറേച്ചർ വരുമ്പോൾ എന്തായാലും കുറച്ച് അതിനൊരു ഇത് വരും, ഒരു എക്സ്റ്റൻഷൻ വരും. അപ്പൊ അത് വരുമ്പോൾ അത് വന്ന് മുട്ടി ക്രഷ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുക, നമ്മുടെ ഒരു ബിൽഡിങ് കുറെ കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് കാണാം അതിൻ്റെ ഇടയിൽ. ഇനി ഞാൻ ക്ലാസ്സിൽ കാണിച്ചു തരാം, ക്ലാസ്സിലുണ്ടോയെന്ന് അറിയില്ല. അതൊരു പർട്ടിക്കുലർ ബ്ലോക്ക് കഴിഞ്ഞാലാണ് അത് യൂഷ്വലി ഇടുക. ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അല്ല, ഒരു പർട്ടിക്കുലർ സ്പാൻ കഴിഞ്ഞാലാണ് അതിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ആ എക്സ്പാൻഷൻ ജോയിൻ എന്ന് പറയുമ്പോൾ ഒരു ഫ്രീ സ്പേസ് ആവില്ലേ, അതിൽ ഈ സാധനം ഇട്ട് ഫില്ല് ചെയ്യാം എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ റോഡിലാണെങ്കിലും ബിൽഡിങ്ങിലൊക്കെ ആണെങ്കിലും എക്സ്പാൻഷൻ ജോയിൻ will be there in concrete structures for providing allowance for their expansion. ടെമ്പറേച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഒരു എക്സ്പാൻഷൻ ജോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ ഫില്ലർ ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. റബ്ബർ ഇട്ട് കൊടുത്താൽ നല്ലതല്ലേ? അതുപോലെ വൈബ്രേഷൻ ഐസൊലേഷൻ പാഡ്സ് എന്ന് പറയുമ്പോൾ വൈബ്രേഷൻ എടുക്കാനായിട്ട്, അതിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഉണ്ട് കണ്ട, ഇതൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ തൽക്കാലം ഇപ്പൊ പറയാം, വൈബ്രേഷൻ ഐസൊലേഷൻ പാഡ്സ് സീസ്മിക് പ്രൊട്ടക്ഷൻ സിസ്റ്റംസിലൊക്കെ ഈ സാധനം യൂസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ കണ്ടോ, ഇതിന്റെ ഒരു മോണോമർ യൂണിറ്റ്, ഇതൊക്കെ പഠിക്കാം നാളെ, ഇതൊക്കെ ഞാൻ ചോദ്യം ചോദിക്കും കേട്ടോ. നിയോപ്രീന്റെ ഒരു ഘടന മോണോമറിക് യൂണിറ്റ് ഇതാണ്. മനസ്സിലാവുന്നില്ലേ? കണ്ടോ, ഈസി ചെയ്ത് പഠിക്കുക. അതിന്റെ കീ ഫീച്ചർ നമ്മൾ പറഞ്ഞു, ഇതൊക്കെയാണ് അതിന്റെ കീ ഫീച്ചർ. ഡൈനാമിക് ലോഡും സ്റ്റാറ്റിക് ലോഡൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഈ സാധനത്തിന്, വളരെ നല്ലതാണ് നിയോപ്രീൻ എന്ന് പറയുന്ന സാധനം. ഇനി അത് എവിടെ യൂസ് ചെയ്യുന്നു, എങ്ങനെ അത് ലാമിനേറ്റഡ് ആവും? ഈ ഇവിടെ ബെയറിംഗിൽ ആസ് ലാമിനേറ്റഡ് നിയോപ്രീൻ ബെയറിംഗ് അല്ലേ നമ്മൾ പാലത്തിൽ യൂസ് ചെയ്യുക. പാലത്തിൽ ബെയറിംഗ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ലാമിനേറ്റഡ് നിയോപ്രീൻ ആവണം. അപ്പൊ എന്താണ് ലാമിനേറ്റഡ് നിയോപ്രീൻ ബെയറിംഗിന്റെ ഘടന എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഈ ലോഡ് ട്രാൻസ്ഫർ എങ്ങനെയാണ് നടക്കുക? കണ്ടോ, വെർട്ടിക്കൽ ലോഡ് ഇവിടുന്ന് എങ്ങനെ വരും, അതുപോലെ വണ്ടികളുടെ ഹൊറിസോണ്ടൽ മൂവ്മെന്റ്, ടെമ്പറേച്ചർ എക്സ്പാൻഷൻ കാരണം ലോഡ് ഇങ്ങനെ ലാറ്ററൽ ലോഡായിട്ട് വരും. അതുപോലെ വണ്ടികളുടെ ബ്രേക്കിംഗ് എഫേർട്ട്, അങ്ങനത്തെ സാധനങ്ങൾ ഹൊറിസോണ്ടൽ ലോഡായിട്ട് വരും. വെർട്ടിക്കൽ ലോഡ് മുകളിൽ നിന്ന് വരും, വണ്ടികളുടെ വെർട്ടിക്കൽ ലോഡ് വരും. അപ്പൊ ഇതിനൊക്കെ പ്രോപ്പർലി ഡിസിപ്പേറ്റ് ചെയ്യാൻ നമുക്ക് ഈ സാധനം വേണമെന്നാണ് പറയുന്നത്. ഒരു മീഡിയം പ്രൊവൈഡ് ചെയ്യാൻ, ലോഡ് എടുക്കാൻ എന്നല്ല പറയുന്നത്, ഇതിനെ അടുത്ത കോൺക്രീറ്റ് മെമ്പറിലേക്ക് എത്തിക്കാൻ നമുക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു സാധനം വേണം. ഭയങ്കര റിജിഡ് ആയിട്ടൊരു സാധനമല്ല, ഫ്ലെക്സിബിൾ ആണല്ലോ ഇത്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സിനിമയിലത്തെ പോലെ എന്തായിരുന്നു സിനിമ, ബാഹുബലിയിലെ ആ പന പോലെ പോയി തിരിച്ച് വരണം, ആ രീതിയിലാണ് നമ്മൾ ഇതിനെ വെക്കണത്. ക്ലിയർ അല്ലേ? അപ്പൊ അത് പഠിക്കുക കേട്ടോ. ഇനി വെർട്ടിക്കൽ ലോഡ് ട്രാൻസ്ഫർ ആണെങ്കിൽ ഇങ്ങനെ, എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഈ ഡെക്ക് എങ്ങനെയാ മൂവ് ചെയ്തെന്ന് നിങ്ങൾ നോക്കിയിട്ട് വരിക. നാളെ നമുക്ക് പറ്റുകയാണെങ്കിൽ ഡിസ്കസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ലോഡ് ഇങ്ങനെ വെർട്ടിക്കൽ ലോഡ് ആണെങ്കിൽ ലോഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി. വെർട്ടിക്കൽ ലോഡ് താഴത്തേക്ക് യൂണിഫോം ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്യാൻ ഈ ഇത് സാധനം ഹെൽപ്പ് ചെയ്യും. എക്സ്പാൻഷൻ ആണെങ്കിൽ ഈ ഡെക്ക് മൂവ്സ് ഔട്ട്വേർഡ്സ്. ഈ ഡെക്ക് ഇതുണ്ടോ, ഇതിന്റെ താഴെയുള്ളതല്ലേ ഡെക്ക് എവിടെയിരുന്നു? ഡെക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്രിഡ്ജ് ഡെക്ക്. മനസ്സിലായി? ഇത് ഉണ്ടാക്കുന്ന ഫാക്ടറിയിലൊക്കെയാണ് ഞങ്ങൾ പോയിണ്ടായിരുന്നത്. അപ്പൊ ബ്രിഡ്ജ് ഡെക്ക് ഇങ്ങനെ ചൂടൊക്കെ വരുമ്പോൾ, ടെമ്പറേച്ചർ എക്സ്പാൻഷൻ വരുമ്പോൾ ഇങ്ങനെ ആവില്ലേ? അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നിയോപ്രീൻ അതിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? അത് ഷിയർ വെച്ചിട്ട്, അതിനൊരു ഷിയർ സ്ട്രെങ്ത് ഉണ്ട് അല്ലേ? അപ്പൊ അത് എന്തോ ചെയ്തിട്ട് ആ ഡെക്ക് മൂവ്മെന്റിനെ റിസ്ട്രെയിൻ, ആ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം കുറയ്ക്കും, അതിന്റെ ആ ഒരു സംഭവം ശരിയാക്കി കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് എക്സ്പാൻഷൻ ചെയ്യുന്നതിനെ ഇത് എന്തോ ചെയ്തിട്ട് അതിനെ റെഡിയാക്കും. അത് പറഞ്ഞ പോലെ സെയിലൊക്കെ വരുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ്, അതിന്റെ അപ്ലിക്കേഷനൊക്കെയാണ് ഇവിടെ വരിക. സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇല്ലെങ്കിൽ തൽക്കാലം ഇതെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഡെക്ക് ഔട്ട്വേർഡ് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവേർഡ് കോൺട്രാക്ഷന്റെ സമയത്ത്, തണുപ്പിന്റെ സമയത്ത് ഇൻവേർഡ് കോൺട്രാക്ഷൻ വരും, ചൂട് വരുമ്പോൾ എക്സ്പാൻഷൻ, ഔട്ട്വേർഡ്സ് ഡെക്ക് മൂവ് ചെയ്യും. അപ്പൊ നിയോപ്രീന്റെ ഷിയർ ബിഹേവിയർ കാരണമാണ് ആ ഡിഫോർമേഷൻസിനെ നമുക്ക് ഒതുക്കാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? ഇനി അത് റൊട്ടേഷൻ, അതായത് ആ സാധനത്തിന്റെ ഇതിനൊരു നമ്മൾ എസ്സേയിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, റൊട്ടേഷൻ ട്രാൻസ്ലേഷൻ ഒക്കെ ഉണ്ടാവും നമ്മുടെ ഈ സാധനങ്ങൾക്ക്, ആ ജോയിന്റിലൊക്കെ വരും. അതൊക്കെ ഈ പറയുന്ന ഈ നിയോപ്രീൻ ഉള്ളത് കൊണ്ട് അതിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നില്ലേ? പിന്നെ വെർട്ടിക്കൽ ലോഡ് കൂടുതൽ എടുക്കാൻ പറ്റും, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ കുറയ്ക്കാനും സർവീസ് ലൈഫ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഈ സാധ്യത. ഇതാണ് ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, പാലത്തിന്റെ താഴെ ബെയറിംഗ് ആയിട്ട് കൊടുക്കും, ബ്രിഡ്ജ് ബെയറിംഗ്. എക്സ്പാൻഷൻ ജോയിന്റ് എവിടെയാ? കണ്ടോ, അവിടെ പറഞ്ഞു റോഡില്, ഫ്ലെക്സിബിൾ റോഡിൽ, റിജിഡ് പേയ്മെന്റിലൊക്കെയും യൂസ് ചെയ്യും. ക്ലിയർ?
ഇനി മെഷീൻ ഫൗണ്ടേഷന്റെ താഴെ വെക്കുകയാണ് കണ്ടിട്ടില്ലേ, മോട്ടോർ പെരയിലൊക്കെ താഴെ ഇത് ഇങ്ങനെ വൈബ്രേഷൻ ലോഡ്സ് വരുമ്പോൾ അതിനെ ഭൂമിയിലേക്ക് സോയിലിലേക്ക് പ്രോപ്പറായിട്ട് എടുക്കണമെങ്കിൽ ഈ പറയുന്ന റബ്ബർ കുഷ്യൻസ് വേണം. അതും നിയോപ്രീനായിട്ട് യൂസ് ചെയ്യും. പിന്നെ വൈബ്രേഷൻ ഇൻസുലേഷൻ പാഡ്സ് പറയുമ്പോൾ ബിൽഡിങ്ങിൽ, റെയിൽവേ ട്രാക്കിൽ, ഇൻഡസ്ട്രിയിലൊക്കെയാണ് വൈബ്രേഷൻസ് വരാലോ. അതായത് ഈ മെഷീനറീസ് ഒക്കെ പ്ലേസ് ചെയ്തുകൊണ്ട് എന്തുണ്ടാവും, നമ്മുടെ ഫ്ലോറ് ഇങ്ങനെ എപ്പോഴും ആലോചിച്ച് നോക്കും. നിങ്ങളുടെ ഒരു ബിൽഡിംഗ് എന്തെങ്കിലും ഒരു ടർബൈനോ എന്തെങ്കിലും ഗ്രൗണ്ടിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുക ആലോചിച്ച് നോക്കും. വലിയ വലിയ ഫാക്ടറിയിലൊക്കെ നല്ല വൈബ്രേഷൻ ഉള്ള ഒരു എക്യുപ്മെന്റ് ആണെങ്കിൽ അതിന്റെ താഴെ ഇങ്ങനെ ഒരു വൈബ്രേഷൻ പാഡിന്റെ മുകളിൽ വെച്ചാലല്ലേ ആ ഒരു ഈ പറയുന്ന പോലെ ഇവിടുത്തെ പോലെ ലോഡ് പ്രോപ്പറായിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ഒരു മെഷീന്റെ ഫൗണ്ടേഷനിലേക്ക് പോകുള്ളൂ. അതിനെയാണ് വൈബ്രേഷൻ ഐസൊലേഷൻ പാഡ് എന്ന് പറയുക. ഇതൊക്കെ നിങ്ങൾ പഠിക്കുക, പറ്റാവുന്ന പഠിക്കുക. വാല്യൂസ് പറ്റുന്ന പോലെ മാത്രം, ഇത് ഓർമ്മയൊന്നും ആർക്കും ഉണ്ടാവില്ല, അവർ വെച്ചു എന്ന് മാത്രം സാറ് നല്ല രീതിയിൽ നോട്ട് ഉണ്ടാക്കിയത് കൊണ്ട്. അഡ്വാൻറ്റേജസ് പഠിക്കുക, ഇതൊക്കെ നാളെ ഞാൻ ചോദിക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ട് വരിക. അത് കഴിഞ്ഞു. ഇനി അതിന്റെ ഹൈ ഇലാസ്റ്റിറ്റി കാരണം എന്താണ്? സ്ട്രക്ചറൽ മൂവ്മെന്റ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇലാസ്റ്റിസിറ്റി കാരണം അല്ലേ അതിന് എത്ര മൂവ്മെന്റ്, അതായത് ഇപ്പൊ ഇത് വളഞ്ഞു പോവുകയാണെങ്കിൽ ഒരു ഇത്ര കണ്ടോ, ഇത്രയും ഒരു ലോഡ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ലോഡ് വന്നാൽ ഈ സാധനം ഇങ്ങോട്ട് പോവും. പക്ഷെ ഇതുള്ളത് കൊണ്ട് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഈ സാധനം ഇതിന്റെ താഴെയുള്ളതിന് ഹൈ ഇലാസ്റ്റിറ്റി ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങോട്ട് പോകുന്നു അതിനെ, കാരണം ഇതിന്റെ കൂടെ അല്ലേ നമ്മൾ ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കണേ, മനസ്സിലായില്ലേ? അപ്പൊ ഇത് ക്ലാമ്പ് ചെയ്ത് വെച്ചതുകൊണ്ട് ഇതിന് പോവാൻ ഇത് സമ്മതിക്കില്ല. അതാണ് നമ്മുടെ ഇത് ഹൈ ഇലാസ്റ്റിറ്റി അക്കോമഡേറ്റ് സ്ട്രക്ചറൽ മൂവ്മെന്റ് വിത്തൗട്ട് പെർമനന്റ് ഡിഫോർമേഷൻ. അപ്ലിക്കേഷൻ എവിടെയാണ്? ബ്രിഡ്ജ് ബെയറിംഗ്സിൽ. അപ്പൊ ഇത് ഇങ്ങനെ നോക്കണം കേട്ടോ. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് എക്സലന്റ് ഫ്ലെക്സിബിലിറ്റി. ഇനി എന്താണ്? പക്ഷെ ഡിസൈൻ ലിമിറ്റിന്റെ കൂടുതൽ നമ്മൾ ലോഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നിയോപ്രിൻ തകർന്നു പോകും. അപ്പൊ അതാണ് ഇതിന്റെ ഹൈ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്ന ഫീച്ചർ കാരണമുള്ള എഞ്ചിനീയറിംഗ് സിഗ്നിഫിക്കൻസ് അപ്ലിക്കേഷൻസ് പഠിക്കുക. ഇനി വൈബ്രേഷൻ ഡാമ്പിങ് കാരണം എന്തെന്നുണ്ടാവുന്നുണ്ട്? ഈ വൈബ്രേഷൻ റെഡ്യൂസസ് ട്രാൻസ്മിഷൻ വൈബ്രേഷൻ. അത് മെഷീനറി ഫൗണ്ടേഷനിലും ബ്രിഡ്ജസിലൊക്കെ ഡാമ്പിങ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഡാമ്പിങ് എന്ന് പറയുമ്പോൾ ഡാമ്പിങ് കുറയ്ക്കാനല്ല, വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡാമ്പർ ആയിട്ട്, അത് ഞാൻ നല്ല ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഡാമ്പറിന്റെ എക്സാമ്പിൾ? ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആരെങ്കിലും അവിടെ വേഗം ഒന്ന് പറഞ്ഞേ. 12:30 എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇത് പറഞ്ഞു തീർക്കണ്ടേ. ഞാനിതൊരു 12:45 നിങ്ങൾ ആ ഉത്തരം പറഞ്ഞാൽ ഇപ്പോൾ ഇത് തീരും. ഞാൻ ക്ലാസ്സിൽ ഒരു ഡാമ്പറിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭദ്രൻ പറഞ്ഞ എന്തായിരുന്നു ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ ഡാമ്പറിന്റെ എക്സാമ്പിൾ? അവിടെ ചാറ്റിൽ ഇട്ടാൽ മതി. വേഗം പറഞ്ഞ്, ആരെങ്കിലും പറയും വേഗം. ഒരു സ്മോൾ HODയുടെ റൂമിൽ ഒരു ഡാമ്പർ കണ്ടു എന്നൊക്കെ പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? അതെ, എവിടെയാണ് ആ ഡാമ്പർ ഫിറ്റ് ചെയ്തത് നമ്മൾ പറഞ്ഞത്? അത് പറഞ്ഞാൽ മതി. HODയുടെ റൂമിൽ എവിടെയാണ് നിങ്ങൾ ഡാമ്പർ കണ്ടിട്ടുള്ളത്? HODയുടെ റൂമിൽ എന്നല്ല, നിങ്ങളുടെ വീട്ടിലും ഉണ്ടായിരിക്കും. ഒരു സാധനം ഭയങ്കരമായിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡാമ്പർ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ അങ്ങനെ ആവില്ല എന്ന് പറഞ്ഞില്ലേ? നമ്മുടെ ക്ലാസ് റൂമിലാണെങ്കിൽ അതില്ല എന്നും പറഞ്ഞു. വെരി ഗുഡ്. ആ ഡോറിന്റെ അവിടെ നമ്മൾ അതൊരു സ്റ്റോപ്പർ എന്ന് പറയും. സ്റ്റോപ്പർ എന്ന് പറയുന്നത് ഡാമ്പർ, സ്റ്റോപ്പറും ഒരു കുഞ്ഞു ഡാമ്പറാണ്. പക്ഷെ മറ്റേത് കുറച്ചും കൂടി നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഡോർ ഡാമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ നല്ല അത് കിട്ടും. അതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ മെറ്റീരിയൽ സ്റ്റഫ് ചെയ്തിട്ടാണ് അവർ അങ്ങനെ സ്മാർട്ടാക്കി വെച്ചിരിക്കണേ. ക്ലിയർ അല്ലേ? അപ്പൊ കണ്ടോ, അത് വൈബ്രേഷൻ ഡാമ്പർ. ഞാൻ ഇനി അധികം പറഞ്ഞ് സമയം അടുത്ത വെതർ റെസിസ്റ്റന്റ് ആക്കാനായിട്ട് എന്താ ചെയ്യുക? ഈ നിയോപ്രിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. വെതർ റെസിസ്റ്റൻസ് ഏത് ടെമ്പറേച്ചർ, കാരണം നമ്മുടെ പാലം പല സൺലൈറ്റ് മോയ്സ്ചറിലൂടെ കടന്നു പോകും അല്ലേ? അപ്പൊ അത് ലോങ് സർവീസ് ലൈഫ് കൊടുക്കാൻ ഇതിന്റെ വെതർ റെസിസ്റ്റൻസ് ആകും. അതുപോലെ ഏത് അഗ്രസീവ് എൻവിറോൺമെന്റിൽ കെമിക്കൽസ് ഏത് വന്നാലും റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. ഏത് ലോഡ് വന്നാലും അത് തകരാതെ നിൽക്കണം. മെയിൻ്റനൻസും കുറവ് മതി, കാരണം ഈ റബ്ബറൊക്കെ ആയതുകൊണ്ട് വലിയ സോഫിസ്റ്റിക്കേറ്റഡ് സാധനമൊന്നുമല്ല. അപ്പൊ അതിന് ലോ മെയിൻ്റനൻസ്. അപ്പൊ ദീസ് ആർ ദി കീ ഫീച്ചേഴ്സ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ളത് ബ്രിഡ്ജ് പാഡാണ്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഒന്നും പറയില്ല. ഇപ്പൊ ഈ പറഞ്ഞ സാധനം തന്നെ ഇത് പറയുന്നത് സ്മാർട്ടാണെന്ന് വെച്ചാൽ സ്മാർട്ടാണ്. സ്ട്രെസ് എന്ന് പറയുന്ന സ്റ്റിമുലന്റ് വന്നപ്പോൾ ഈ സാധനം എന്ത് ചെയ്തു? ഒരു ഇലാസ്റ്റോമർ പോലെ ആക്ട് ചെയ്തു. ആരാണ്? നിങ്ങളുടെ നിയോപ്രീൻ. അപ്പൊ സ്ട്രെസ് ആയിരുന്നു സ്റ്റിമുലസ്. അപ്പൊ അതിനനുസരിച്ച് അത് റെസ്പോൺസ് കൊടുത്തില്ലേ? അപ്പൊ ആ രീതിയിൽ വേണമെങ്കിൽ അത് സ്മാർട്ടാന്ന് പറയാം, അല്ലെങ്കിൽ അതൊരു കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്നുള്ള രീതിയിലും പറയാം കേട്ടോ. ഈ ബ്രിഡ്ജ് പാഡ് എന്ന് പറയുമ്പോൾ ബ്രിഡ്ജ് പെയറിംഗ് നമ്മൾ കണ്ടു. ഇനി ഇതെന്ന് പറയുന്നത് ഇവിടെ വെച്ച് കൊടുക്കുക. അതായത് നമ്മുടെ താഴെ ബ്രിഡ്ജ് പിയറും നമ്മുടെ ബ്രിഡ്ജിന്റെ ഫൂട്ടിങ്ങിന്റെ ഇടയിൽ കൊടുക്കുന്ന സെയിം തിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ? ബ്രിഡ്ജ് പാഡ്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല.
ഇതെന്താണ്? റൊട്ടേഷൻ. ഇവിടെ തന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ റൊട്ടേഷൻ, ഡിഗ്രി ഓഫ് ഫ്രീഡം ഒക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ അല്ലെ. ലാറ്ററൽ ഡിഗ്രി ഓഫ് ഫ്രീഡം പഠിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങൾ? SAയിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ? 6 degrees ഓഫ് ഫ്രീഡം ഉണ്ട്. 3 എണ്ണം ലാറ്ററലും 3 എണ്ണം അല്ലെ XYZ ഡയറക്ഷനിൽ 3 മൂവ്മെന്റ് ഉണ്ടായിരിക്കും. ദെൻ XY YZ XZ ഡയറക്ഷനിൽ റൊട്ടേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഒരു സോളിഡ് ഇതിനുണ്ടാവുക. അപ്പൊ അതിനെയൊക്കെ ഈ പറയുന്ന പോലെ നമുക്ക് വേണ്ട രീതിയിൽ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്, സന്ദർഭത്തിനനുസരിച്ച് കുറയ്ക്കാൻ ഈ ബ്രിഡ്ജ് പാഡ്സ് അല്ലെ നമ്മൾ ഈ ബ്രിഡ്ജ് ബെയറിംഗ് ആയിട്ട് ഈ പറയുന്ന നിയോപ്രീൻ പോലത്തെ സാധനങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇത് നിയോപ്രീൻ മാത്രമല്ല, ഇവർ വേറെ എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇലാസ്റ്റോമറിക് ബെയറിംഗ്, അത് നമ്മുടെ നിയോപ്രീൻ പോലത്തെ സാധനമാണ്. പോട്ട് ബെയറിംഗ് എന്ന് പറയുന്ന സാധനം ഉണ്ട് ഇത്രേ. അതെന്താന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയിട്ട് വരിക കേട്ടോ, നാളെ നോക്കിയിട്ട് വരിക. അത് റബ്ബർ ആവില്ല, എന്തോ വേറെ എന്തോ ആണ് പോട്ട്. പിന്നെ റോളർ ബെയറിംഗ്, സ്റ്റീലിന്റെ വുഡിന്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം മേ ബി. സ്ഫെറിക്കൽ ബെയറിംഗ് എന്നുള്ള ഇതിന്റെ മെറ്റീരിയൽ എന്താന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് വരിക. ക്ലിയർ അല്ലേ? ഇനി നേരത്തെ അത് പോട്ട്, ഇതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് നിയോപ്രീൻ തന്നെയാണ്. പോട്ട് ബെയറിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ എന്താ എഴുതിയിരിക്കണേ? ഇലാസ്റ്റോമർ എൻക്ലോസ്ഡ് ഇൻ സ്റ്റീൽ പോട്ട്. ഒരു കുടത്തിന്റെ ഉള്ളിൽ ഇലാസ്റ്റോമറിനെ വെച്ചിരിക്കുക എന്ന് പറയുന്നത് മനസ്സിലായോ? അപ്പൊ നിയോപ്രീൻ തന്നെയാണ്, മീൻസ് ഇതന്നെയാ നിയോപ്രീൻ എന്ന് പറയുന്നത്. ഇലാസ്റ്റോമർ തന്നെയാണ്. ഇലാസ്റ്റോമർ എന്ന് പറയുമ്പോൾ എന്താ? ഇലാസ്റ്റിസിറ്റിക്ക് അനുസരിച്ച് ബിഹേവ് ചെയ്യുന്ന ഒരു മോണോമർ, ഒരു പോളിമർ, അതിനെയാണ് ഇലാസ്റ്റോമർ എന്ന് പറയാം. നിയോപ്രീൻ ഈസ് എ ടൈപ്പ് ഓഫ് ഇലാസ്റ്റോമർ. അപ്പൊ ഇലാസ്റ്റോമർ നമ്മുടെ സ്റ്റീൽ പോട്ടിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ പോട്ട് ബെയറിംഗ് എന്ന് പറയും. ഇനി അതിനെനിക്ക് തോന്നുന്നു സ്ഫെറിക്കൽ സ്ലൈഡിങ് സർഫസ് എന്തൊരു സാധനം, ഇതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഒരു ഒരു സ്വെയർ പോലെ അത് വെക്കാൻ കണ്ടിട്ടില്ലേ? ബെയറിങ്സ് ഇങ്ങനെ കണ്ടിട്ടില്ലേ? ബെയറിങ്ങുകൾ നമ്മള് ജി ലാബിലൊക്കെ ഉണ്ട്, നമ്മുടെ ചില ബെയറിങ്സ് ഒക്കെ ഈ ഒരു ആകൃതിയിൽ വരുന്നത് കാണാം. പിന്നെ സ്ലൈഡിങ് ബെയറിംഗ് ഉണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ പാലത്തിന്റെ അവിടെ കൊടുക്കുന്ന സ്മാർട്ട് മെറ്റീരിയലിനെയാണ് ബ്രിഡ്ജ് പാഡ് എന്ന് പറയാം. ബ്രിഡ്ജ് പാഡ് അത് നിയോപ്രീൻ മാത്രമല്ല, നിയോപ്രീൻ ബെയറിംഗ് ആവാം, പോട്ട് ബെയറിംഗ് ആവാം, റോളർ ബെയറിംഗ് ആവാം, സ്ഫെറിക്കൽ ബെയറിംഗ് ആവാം എന്ന് പറയുന്നു. ഇനി അതിൻ്റെയൊക്കെ ഈ പറയുന്ന പോലെ പടങ്ങൾ വരച്ച് ഇത് 4ഉം എന്താന്നുള്ളത് നിങ്ങൾ ഇത് നാളെ പഠിച്ചിട്ട് വരിക. അതിന്റെ IS ക്ലാസിഫിക്കേഷനും കാര്യം, ഏത് IS കോഡ് പ്രകാരമാണ് നമ്മൾ ഇതൊക്കെ ബ്രിഡ്ജിന്റെ ഇലാസ്റ്റോമറിക് ബെയറിങ്സ് ഡിസൈൻ ചെയ്യേണ്ടതെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അത്രയ്ക്കൊന്നും നമുക്ക് പോകണ്ട, നമുക്ക് മിനിമൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ സാറ് പറഞ്ഞ പോലെ എല്ലാം മനസ്സിലാവാനായിട്ട് വെച്ചതായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അതിന്റെ ഇതേപോലെ അതിന്റെ എഞ്ചിനീയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സും തെർമൽ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും നോട്ട് ചെയ്യുക. അടുത്ത ഇതിപ്പോ കഴിയും, 12:45 ആകുമ്പോഴേക്കും നമ്മൾ തീർക്കും. ഇതിനെ പറ്റി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മൾ സ്ഥിരം കാണുന്ന സാധനമല്ലേ ഇത്. ഇതെന്താന്നുള്ളത് വായിച്ച ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയും ഇതെന്താണ് ഈ സാധനം, ഒന്ന് വായിച്ചാൽ മതി, ഹെഡിങ് വായിച്ചാൽ മതി. എനിബഡി? ക്ലാസ് റപ്പുകളാവാം. അടുത്ത മെറ്റീരിയൽ, അതായത് നിയോപ്രീൻ കഴിഞ്ഞു, നമ്മുടെ ബ്രിഡ്ജ് പാഡ്സ് കഴിഞ്ഞു. തേർഡ് മെറ്റീരിയൽ കണ്ടെയ്ൻ ഇൻ യുവർ സിലബസ്. വാട്ട് ഈസ് ഇറ്റ്? ഇത് കണ്ടവര് കമന്റ് ബോക്സിൽ എഴുതി വെച്ചോളൂ. ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്തിട്ടൊന്ന് പറയുക. എന്താണ് ഇവിടെ ഞാൻ ഈ ബ്ലൂ ലൈറ്റിലാക്കി വെച്ചിരിക്കണേ? ഇവിടെ ഇത് എന്താണ് ഇത് സാധനം? എന്തെന്നാ അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കണേ? ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മെറ്റീരിയൽ, തെർമോക്കോള്. ഓക്കെ, തെർമോക്കോൾ എന്ന് പറയണ വസ്തുവിനെ പറ്റിയിട്ട് ഇപ്പൊ വേഗം പറഞ്ഞു കഴിയും. അതിനെ പറ്റി ഒന്നും പറയല്ലേ, നിങ്ങൾക്ക് എല്ലാം അറിയുന്നു. തെർമോക്കോൾ കണ്ടിട്ടില്ലേ? ഈ തെർമോക്കോള് സിവിലിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ കെമിക്കൽ ഇതൊക്കെ പഠിക്കണം. അതിന്റെ തെർമോക്കോൾ എന്ന് പറയുമെങ്കിൽ അതിന്റെ ശരിക്കുള്ള പേരെന്താ? എക്സ്പാൻഡഡ് പോളിസ്ട്രീൻ. അത് ലൈറ്റ് വെയിറ്റ് അല്ലേ? തെർമോക്കോൾ ലൈറ്റ് വെയിറ്റ് അല്ലേ? സെല്ലുലാർ പ്ലാസ്റ്റിക് മെറ്റീരിയൽ അല്ലേ? അത് എങ്ങനെയാണ് ഉണ്ടാക്കണേ? ഈ സെല്ലുലാർ പ്ലാസ്റ്റിക് മെറ്റീരിയല് സ്റ്റീമായിട്ട് സംയോജിപ്പിച്ചിട്ടാണ് അത്രയും നമ്മുടെ തെർമോക്കോൾ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? സെല്ലുലാർ പ്ലാസ്റ്റിക് മെറ്റീരിയൽ മാനുഫാക്ചർഡ് ബൈ എക്സ്പാൻഡിങ് പോളിസ്ട്രീൻ ബീഡ്സ്. സെല്ലുലാർ പ്ലാസ്റ്റിക് മെറ്റീരിയൽ എങ്ങനെ ഉണ്ടാക്കുന്നു? എന്തോ പോളിസ്ട്രീൻ ബീഡ്സിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഫാക്ടറിയിൽ അങ്ങനെ ചെയ്തിട്ട് അതിന്റെ കൂടെ സ്റ്റീമും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ തെർമോക്കോൾ. അതിനെ എക്സ്പാൻഡഡ് പോളിസ്റ്റൈർ എന്ന് പറയും. അപ്പൊ അതിന്റെ ആ ഒരു ക്ലോസ്ഡ് സെൽ സ്ട്രക്ചർ കാരണം, അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഒന്നും ഇല്ല. തെർമോക്കോൾ നമുക്കറിയാം, അതിങ്ങനെ ഒട്ടിയിട്ടിരിക്കുന്ന സാധനമാണ്. അത് കാരണം തന്നെ അതിന് തെർമൽ ഇൻസുലേഷൻ കൂടുതലാണ് അല്ലെ? തെർമൽ ഇൻസുലേഷൻ ഹീറ്റിനെ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അത് കൂടുതലാണ്.
പിന്നെ ലോ ഡെൻസിറ്റി ആണ്. മോയ്സ്ചർ റെസിസ്റ്റൻസ് അല്ലേ, ലോ ഡെൻസിറ്റി അല്ലേ, ലൈറ്റ് വെയിറ്റ് അല്ലേ. മോയ്സ്ചർ റെസിസ്റ്റൻസ് അല്ലേ, തെർമോക്കോളിൽ വെള്ളം പാസ് ആവില്ലല്ലോ. അതുപോലെ ഷോക്ക് അബ്സോർപ്ഷൻ, നമ്മൾ ആമസോണിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ തെർമോക്കോളിൽ റാപ്സിലല്ലേ വരിക. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഇത്. ഇനി സിവിലില് അത് തെർമൽ ഇൻസുലേഷന് വേണ്ടി ഇത് ഞാൻ ഇനിയൊന്നും പറയില്ല, ഇതോടെ തീർന്നോട്ടെ. 2 സ്ലൈഡും കൂടി ആയി നമ്മുടെ കഴിഞ്ഞു. ഇത് നിങ്ങൾ നാളെ നോട്ടിലേക്ക് ഇത് ഈ കമ്പാരിസൺ നോട്ടിൽ നാളെ എല്ലാവരും എഴുതി വരണം. പിന്നെ അടുത്ത ടോപ്പിക്ക് നമ്മൾ നാളെ എടുക്കും. അപ്പൊ ഈ 2 സ്ലൈഡും കൂടി ആയാൽ നമ്മൾ കഴിഞ്ഞു. തെർമോക്കോൾ എവിടേക്കാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതൊന്നും ഞാൻ പറയുന്നില്ല, ഇതൊക്കെ സാധാരണ ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ ഫാക്ടറിയിൽ എങ്ങനെയാ അത് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളുടെ രീതിയിൽ നോക്കിയിട്ട് എഴുതിയിട്ട് വരിക. എന്ത് വേണമെങ്കിലും എഴുതാട്ടോ. എഴുതാൻ ഇഷ്ടമുള്ളവർക്ക് നോട്ടിൽ ലെക്ചർ നോട്ട്സ് ഏത് രീതിയിലും വേണം എഴുതാൻ. എല്ലാവരോടും പറഞ്ഞിരിക്കുന്നതാണ് ഇത് കമ്പാരിസൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ എഴുതാൻ ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് എഴുതും ചെയ്യാം. നിർബന്ധമില്ല, മറ്റേതാണ് നിർബന്ധം. അപ്പൊ ഇവിടെ എവിടെയൊക്കെയാണ് നിങ്ങൾ തെർമോക്കോള് കണ്ടിട്ടുള്ളത്? ഇത് കണ്ട, ഈ റൂഫിൽ കാണാറുണ്ട്. ഇത്ര റൂഫ് ഇൻസുലേഷന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മളെ ഫോൾസ് റൂഫിലൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ, ഫോൾസ് സീലിങ്സ്, അതിലൊക്കെ തെർമോക്കോൾ യൂസ് ചെയ്യും. അപ്പൊ എന്താണ്, റെഡ്യൂസ് ഹീറ്റ് ഗെയിൻ ആൻഡ് മെയിൻറ്റെയിൻ ഇൻഡോർ കംഫർട്ട്. അത് കൂടുതൽ ചൂട് ഉള്ളിലേക്ക് വരില്ല. തെർമൽ ഇൻസുലേഷൻ കാരണം ചൂട് ഉള്ളിലേക്ക് വരില്ല, ചൂടിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. റൂഫ് ഇൻസുലേഷൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇത് കണ്ടോ, മേസണറി യൂണിറ്റ്സിലും അതിന്റെ ഉള്ളില്, പുറത്തല്ല, പുറത്തായി കഴിഞ്ഞാൽ മേ ബി എന്തെങ്കിലും സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ, സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോൾ സീലിംഗ് പോലെ ഉള്ളിൽ എംബഡ് ചെയ്തിട്ട് വോൾ ഇൻസുലേഷൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കോൾഡ് സ്റ്റോറേജ് ബിൽഡിങ്സ് ഇല്ലേ, കോൾഡ് അതിൻ്റെ വല്ല ഫിഷ് അങ്ങനത്തെ, അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജ് മെഡിസിൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കോൾഡ് സ്റ്റോറേജ് ആവണ്ടേ. അപ്പൊ അതിന്റെ ഉള്ളിൽ കോൾഡ്, പുറത്തുനിന്ന് ഹീറ്റ് ഉള്ളിലേക്ക് വരാൻ പാടില്ല. അപ്പൊ ഇതിന്റെ വോളിലൊക്കെ നമ്മൾ കോൾഡ് സ്റ്റോറേജ് ബിൽഡിങ്ങിലൊക്കെ യൂസ് ചെയ്യും. പിന്നെ ലൈറ്റ് വെയിറ്റ് ജിയോഫോം എന്ന് പറയുന്നത് പാലത്തിന്റെ താഴത്ത് കണ്ടോ, ജിയോഫോം ബിനീത് ഹൈവേസ് ആൻഡ് ബ്രിഡ്ജ് അപ്രോച്ചസ്. ഈ ലൈറ്റ് വെയിറ്റ് EPS ജിയോഫോം റെഡ്യൂസസ് ലോഡ് ഓൺ സോഫ്റ്റ് സോയിൽസ്. ഇവിടെ താഴെ എവിടെയോ വെക്കുന്നതാണ് പറയുന്നത്. സെറ്റിൽമെന്റ് സോയിലിന്റെ അത് നോക്കാം, പറഞ്ഞ പോലെ അത് പ്രൊജക്ടിന്റെ ഒക്കെ സ്കോപ്പ് ഒക്കെ ഉള്ളതാണ്. ജിയോഫോം നമ്മുടെ ഗ്രൗണ്ട് ലെവലിന് താഴെ വെച്ച് കഴിഞ്ഞാലേ, മണ്ണിന്റെ അടിയിൽ ഇത് നമുക്ക് ബറി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, ഈ സെറ്റിൽമെന്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്ന പറയുന്നത്. ഈ ജിയോഫോം എന്ന് പറയുമ്പോ ഇത് മാത്രല്ല, കേക്കാണില്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത് വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അതുപോലെ അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻസിലും നമുക്ക് ഇവിടെയൊക്കെ ഈ ജിയോഫോം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ സെറ്റിൽമെന്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നാളെ എല്ലാവരും ഇത് എഴുതിയിട്ട് വരണം. ഇത്ര തന്നെ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താ പറയാ, ബാക്കിയുള്ളത് റെക്കോർഡഡ് ക്ലാസ്സിൽ കേട്ട് മനസ്സിലാക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, ബൈ ബൈ.